Good morning. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് സിങ്ക്രണസ് മെഷീൻസിന്റെ പാർട്ട് നമ്പർ 5 വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ പാർട്ട് നമ്പർ 4 നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് ബിഹേവിയർ ഓഫ് സിങ്ക്രണസ് മെഷീൻ ഇൻഫിനിറ്റ് ബസ് ബാർ ആയിരുന്നു. ഇതിനെ പറ്റിയിട്ട് നമ്മൾ അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നോക്കി. ലാസ്റ്റ് വീഡിയോ റെഫർ ചെയ്യാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ ഓപ്പറേഷൻ ഓഫ് ഓൾട്ടർനേറ്റേഴ്സ് ആണ്. ഇപ്പൊ എന്തിനാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത് വെച്ചാൽ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സപ്ലൈ അല്ലെ, അതാണ് നമ്മുടെ മെയിൻ ഇൻട്രസ്റ്റ്. ലോഡ് ഷെയറിംഗ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ദ സപ്ലൈ ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അതാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കാര്യം ഒന്നിലധികം ജനറേറ്ററുകളെ നമ്മൾ പാരലായിട്ട് ബസ് ബാറിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഫസ്റ്റ് പോയിന്റ് എന്താ, കണ്ടിന്യൂറ്റി ഓഫ് ദ സപ്ലൈ. കണ്ടിന്യൂറ്റി ഓഫ് ദ സപ്ലൈ അല്ലെ, കണ്ടിന്യൂറ്റി ഓഫ് ദ സപ്ലൈ will be there at least for a part of load, will be available at least for a part of load. നമ്മൾ പഠിച്ചിട്ടുള്ള ജസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോർമർ ഓപ്പറേഷൻ ഒക്കെ പറയുന്ന പോലെ തന്നെയാണ്. നമുക്കറിയാം എന്തായിരിക്കും, ഒന്നിലധികം ജനറേറ്റർ. കാര്യം ഒരു യൂണിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ ഒന്നിലധികം യൂണിറ്റുകളെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ബ്ലാക്ക് ഔട്ട് ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ജനറേറ്ററെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് നമുക്ക് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെന്താ, ലോഡ് ഷെയറിംഗ് ആയിരിക്കും. പിന്നെന്തായിരിക്കും, കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ ക്യാൻ ബി മെയിൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ടേംസ് ആണ്. ഇതാണ് പാരലൽ ഓപ്പറേഷൻ ജസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇത് G1 G2 ആണ്. നമ്മുടെ കോമൺ ബസ് ബാർ ആണ്, CB ഞാൻ വിളിക്കുകയാണ്, കോമൺ ബസ് ബാർ ആണ്. അപ്പോൾ കണ്ടീഷൻസ് ഫോർ ദ പാരലൽ ഓപ്പറേഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് കണ്ടീഷൻസ് ഫോർ പാരലൽ ഓപ്പറേഷൻ. ഒന്നാമത്തെ പറയുമ്പോഴത്തേക്ക് എന്താ, ഫോർ എക്സാമ്പിൾ ഈ G2 എന്ന് പറയുന്ന ജനറേറ്റർ ആണ് എനിക്ക് പാരലൽ ചെയ്യാനുള്ളത്. നമ്മൾ ഇത് കോമൺ ബസ് ബാറിലേക്ക് പാരലൽ ചെയ്യാനുള്ളെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നതായിരിക്കും. ആൾട്ടർനേറ്റർ വോൾട്ടേജ് ഷുഡ് ബി ഈക്വൽ ടു ബസ് ബാർ വോൾട്ടേജ്. ഒന്നാമത്തെ പോയിന്റ്, ആൾട്ടർനേറ്റർ വോൾട്ടേജ് ഷുഡ് ബി ഈക്വൽ ടു ബസ് ബാർ വോൾട്ടേജ്. ആൻഡ് the second one, alternator phase sequence should be equal to alternator phase sequence should be equal to bus bar phase sequence. And third one, alternator frequency should be equal to bus bar frequency. So ഈ മൂന്ന് കണ്ടീഷൻ വേണം നമുക്ക് ആൾട്ടർനേറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് ഈ മൂന്ന് കണ്ടീഷൻ. ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ നമുക്ക് ഒരു കാണാൻ പറ്റുന്ന ഒരു വോൾട്ട് മീറ്റർ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മളുടെ ജനറേറ്റർ G2 ആണ്. ഈ G2 ആണ് നമ്മളുടെ കോമൺ ബസ്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അന്ന് നമ്മളുടെ സിങ്ക്രണൈസിങ് സ്വിച്ച് ഉണ്ട്. ഈ മൂന്ന് കണ്ടീഷൻസ് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. സ്വിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് എന്താ, നമ്മളുടെ കോമൺ ബസ്സിലേക്ക് നമ്മളുടെ G2 എന്ന് പറഞ്ഞ ജനറേറ്റർ പാരലായിട്ട് വർക്ക് ആവും നമുക്ക് പറയാൻ പറ്റും, പാരലായിട്ട് നമുക്ക് കണക്ട് ആവും നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാ, ഈ വോൾട്ട് മീറ്റർ ഡിഫ്ലക്ഷൻ, ഇഫ് ദ വോൾട്ട് മീറ്റർ ഡിഫ്ലക്ട് വാട്ട് ഇതായിരിക്കും ബാക്ക്വേർഡ്സ്. ഒന്നാമത്തെ കണ്ടീഷൻ, ആ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഫ് ദ വോൾട്ട് മീറ്റർ ഈ വോൾട്ട് മീറ്റർ ഡിഫ്ലക്ട് ബാക്ക്വേർഡ്സ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ബസ് ബാർ വോൾട്ടേജ് VBB is greater than alternator voltage. ബസ് ബാർ വോൾട്ടേജ് is greater than alternator voltage. ആ കണ്ടീഷനിലായിരിക്കും നമ്മൾ വോൾട്ട് മീറ്റർ എന്ത് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇഫ് വോൾട്ട് മീറ്റർ ഡിഫ്ലക്ഷനെ പറ്റിയാ പറയുന്നത് അല്ലെ, ഡിഫ്ലക്സ് ഫോർവേഡ്. അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഫോർവേഡ് ആണെങ്കിൽ ആൾട്ടർനേറ്റർ വോൾട്ടേജ് is greater than the ബസ് ബാർ വോൾട്ടേജ്. സോ ഇത് ഓർത്ത് വയ്ക്കുക, ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഈ സിങ്ക്രണൈസിങ് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ട് മീറ്റർ ഡിഫ്ലക്ഷൻ ബാക്ക്വേർഡ്സ് ആണെങ്കിൽ എന്തായിരിക്കും അതിനെ സൂചിപ്പിക്കുക എന്നുള്ളത് കാര്യം ഓർത്ത് വയ്ക്കുക. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. if the voltmeter deflects backwards ആണെങ്കിൽ എന്തായിരിക്കും, the bus bar voltage is greater than the alternator voltage. If the voltmeter deflects forward ആണെങ്കിൽ alternator voltage is greater than the bus bar voltage. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ഈ ബസ് ബാർ വോൾട്ടേജിലേക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഈ ആൾട്ടർനേറ്റർ ഞാനിപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവിടെ ഒരു പ്രൈം മൂവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രൈം മൂവർ വെച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിന് എനിക്ക് എന്റെ എന്തായിരിക്കും ബസ് ബാർ വോൾട്ടേജുമായിട്ട് ഈക്വൽ ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, നമ്മൾ ക്ലാസ് നമ്മൾ പറഞ്ഞു, ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വയ്ക്കുക. ടു മേക്ക് ദ വോൾട്ടേജ് അല്ലെ, ടു attain the generator voltage equal to bus bar voltage. എങ്ങനെ ആയിരിക്കും,
by adjusting the, it can be accomplished by point എന്തായിരിക്കും വരിക, by adjusting the field excitation അല്ലേ, by adjusting the field excitation. ഈ ഒരു പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ കണ്ടീഷൻസും ഓർത്ത് വയ്ക്കുക. സോ എന്തായിരിക്കും നമ്മളുടെ പാരലൽ ഓപ്പറേഷന്റെ കണ്ടീഷൻ എന്തായിരിക്കണം, ആ കണ്ടീഷൻ 3 കണ്ടീഷൻ എന്താണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതായിരിക്കും ബോത്ത് ആൾട്ടർനേറ്റർ ആൻഡ് ബസ് ബാർ ഷുഡ് ഹാവ് ദ സെയിം വോൾട്ടേജ്, സെയിം ഫേസ് സീക്വൻസ്, അടുത്തായിരിക്കും വരിക സെയിം ഫ്രീക്വൻസി. ഈ 3 കണ്ടീഷൻസും നമ്മൾ ഈക്വൽ ആണ്. പിന്നെ ഓർത്ത് വയ്ക്കുക. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വോൾട്ട്മീറ്റർ എന്താ, ഈ വോൾട്ട്മീറ്ററിന്റെ റിഫ്ലക്ഷൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അല്ലെ, വോൾട്ട്മീറ്റർ ബാക്ക്വേർഡ് ആണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ബസ് ബാറിന്റെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. ഫോർവേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ ആൾട്ടർനേറ്ററിന്റെ, നമ്മൾ സിങ്ക്രണൈസ് ചെയ്യാൻ പോകുന്ന ആൾട്ടർനേറ്ററിന്റെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. ഇത് എങ്ങനെ നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും, എന്തായിരിക്കും, ടു മേക്ക് ദ വോൾട്ടേജ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ ബസ് ബാർ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഈ ബസ് ബാർ വോൾട്ടേജിന്റെ കോൺസ്റ്റന്റ് വോൾട്ടേജിലേക്ക് എന്റെ ജനറേറ്ററിനെ എങ്ങനെ കൊണ്ടെത്തിക്കാൻ പറ്റും, ബൈ എന്തായിരിക്കും അഡ്ജസ്റ്റിംഗ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. PSC ലെവലിൽ ചോദിക്കുന്ന ചോദ്യമാണ്. വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കാൻ, അല്ലെങ്കിൽ വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്ററിൽ എന്താ ചെയ്യുന്നത്, വി ആർ അഡ്ജസ്റ്റിംഗ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ അല്ലെ. കാര്യം എന്തായിരിക്കും, ജനറേറ്റർ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സിന് പ്രൊപ്പോർഷൻ ആണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. ഇനി ഫേസ് സീക്വൻസ് നമുക്ക് സെയിം ഫേസ് സീക്വൻസ് അറിയാൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈ യൂസിങ് ലാമ്പ് മെത്തേഡ് അല്ലെ. ഫേസ് സീക്വൻസ് കറക്റ്റ് ആണോ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് എന്തായിരുന്നു, ലാമ്പ് മെത്തേഡ് ആൻഡ് സിംഗ്രോസ്കോപ്പ് അല്ലെ. അപ്പൊ ഓർത്ത് വയ്ക്കുക, ലാമ്പ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിംഗ്രോസ്കോപ്പ് മെത്തേഡ്. ഈ ലാമ്പ് മെത്തേഡ് ഒന്നും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ എല്ലാം സിംഗ്രോസ്കോപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ലാമ്പ് മെത്തേഡ് ഒക്കെ നമ്മൾ ലാബിൽ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും ഓർത്ത് വയ്ക്കുക, അതിനകത്ത് നമുക്ക് 1-2 പോയിന്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ലാമ്പ് മെത്തേഡിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറയാം. അതിനകത്ത് അങ്ങനെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമുക്ക് കാര്യം, നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഇതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് നോക്കിയേ. ഞാനിപ്പോ ഇതാണ് നമ്മളുടെ, ഞാൻ RYB ഈ ഡാർക്കായിട്ട് നമ്മൾ വരച്ചു, ഇതാണ് നമ്മളുടെ RYB എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്തായിരിക്കും ബസ് ബാറിന്റെ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത്. R' Y' B' R' Y' B' എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതായിരിക്കും നമ്മൾ ഇൻകമിങ്, നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ജനറേറ്ററിന്റെ ഫേസ് സീക്വൻസ് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ R ഉം R' ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും, ലാമ്പ് L1 ആണ്. ബിയും Y' ആയിട്ട് കണക്ട് ബിയും വൈയും ആയിട്ട് വെച്ചിരിക്കുന്ന ലാമ്പ് L2. പിന്നെ എന്തായിരിക്കും, ബിയും Y' ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ലാമ്പ് L3 ആയിരിക്കും. അപ്പൊ നമ്മൾ പറയാൻ പോവാണ്, ഫസ്റ്റ് കേസിൽ L1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, L1 ഡാർക്ക്നെസ്, ഇവിടെ ഈ കേസ് ഈ ലാമ്പ് മെത്തേഡിൽ L1 ഡാർക്ക്നെസ്, L2 L3 എന്തായിരിക്കും ഹ്യൂജ് ബ്രൈറ്റ്നസ് ആണ്. അപ്പൊ ഹ്യൂജ് ബ്രൈറ്റ്നസ് മീൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് മീൻസ് ഹ്യൂജ് ബ്രൈറ്റ്നസ് മീൻസ് എന്തായിരിക്കും, ഹ്യൂജ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ഹ്യൂജ് ബ്രൈറ്റ്നസ് മീൻസ് ഹ്യൂജ് കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പം L2നും ലാമ്പ് L2 ലാമ്പ് L3 ഹ്യൂജ് ബ്രൈറ്റ്നസ് ആയതുകൊണ്ട് എന്തായിരിക്കും അവിടെ ഒരു എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, ഇംപ്രോപ്പർ ഫേസ് സീക്വൻസ് പറയാൻ പറ്റും. ഇംപ്രോപ്പർ ഫേസ് സീക്വൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പോയിന്റ് ആണ് കേട്ടോ. ഇംപ്രോപ്പർ ഫേസ് സീക്വൻസ്. L1 എന്ന് പറയുമ്പോഴത്തേക്ക് ഡാർക്ക്നെസ് ആണ്, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, L1 ഡാർക്ക്നെസ് ആകുമ്പോഴത്തേക്ക് ഇത് കത്തുന്നില്ല അല്ലേ. ദാറ്റ് മീൻസ് എന്തായിരിക്കും, നോ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലാമ്പ്. L1ന്റെ കേസിൽ എന്തായിരിക്കും, നോ സർക്കുലേറ്റിംഗ് കറണ്ട്, ഇറ്റ് ഈസ് നോ സർക്കുലേറ്റിംഗ് കറണ്ട് ത്രൂ ദ ലാമ്പ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് മീൻസ് അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇതെന്തായിരിക്കും, നോ സർക്കുലേറ്റിംഗ് കറണ്ട് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇത് അൺനോൺ ഫേസും ബസ് ബാർ ഫേസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സെയിം ഫേസ് സീക്വൻസ് പറയാൻ പറ്റും അല്ലെ. സെയിം ഫേസ് സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇംപ്രോപ്പർ ഫേസ് സീക്വൻസ് ആണെങ്കിൽ എന്തായിരിക്കും, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ടെർമിനൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക. സോ അപ്പോൾ അത് ഓർത്ത് വെക്കാം. എന്താണ് ഇവിടെ നമുക്ക് പോയിന്റ് ഓർത്ത് വെക്കുന്ന കാര്യം, എന്തായിരിക്കും, L2 L3 ഹ്യൂജ് ബ്രൈറ്റ്നസ്, രണ്ട് ലാംപ്സ് ഹ്യൂജ് ബ്രൈറ്റ്നസ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, ഹ്യൂജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് ഹ്യൂജ് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇംപ്രോപ്പർ ഫേസ് സീക്വൻസ് ആണ്. അപ്പൊ ഇംപ്രോപ്പർ ഫേസ് സീക്വൻസിന് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബൈ ഇന്റർചേഞ്ചിങ് ദ ടെർമിനൽസ് അല്ലെ. ബസ് ബാറിന്റെ ടെർമിനൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്ത്, ബസ് ബാർ അല്ല ആൾട്ടർനേറ്റർ ടെർമിനൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. L1 ഡാർക്ക്നെസ് പറയുമ്പോഴത്തേക്ക് എന്താ, ദാറ്റ് മീൻസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആരൊക്കെ ആയിരിക്കും, നമ്മുടെ ബസ് ബാറും ആൾട്ടർനേറ്ററിന്റെ ടെർമിനലും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദർ ഇസ് നോ സർക്കുലേറ്റിംഗ് കറണ്ട്. അപ്പൊ നമുക്ക് എന്താ, ഇറ്റ് ഈസ് therefore as there is no circulating current, L1 is darkness and എന്തായിരിക്കും, it is the same phase sequence നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് ഓർത്ത് വെക്കാം. ഈ ഒരു പോയിന്റ്സ് മനസ്സിലാവുന്ന രീതിയിൽ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമുക്കല്ലാതെ ഓപ്പറേഷൻസ് നമുക്ക് വേണ്ട. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്.
ആൾട്ടർനേറ്ററിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ ആൾട്ടർനേറ്റർ ഈസ് ഈക്വൽ ടു 50.1 ഹെർട്സ് ആണ് പറയാം. ഫ്രീക്വൻസി ഓഫ് ദ ആൾട്ടർനേറ്റർ ഈസ് 50.1 ഹെർട്സ് ആൻഡ് ബസ് ബാർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 50 ഹെർട്സ് ആണെങ്കിൽ ഫ്ലിക്കറിംഗ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് വാട്ട് ഈസ് എ ഫ്ലിക്കറിംഗ് റേറ്റ്? ഫ്ലിക്കറിംഗ് റേറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 50.1 minus 50, that is equal to 0.1 flickers per second. അല്ലെങ്കിൽ എന്തായിരിക്കും 0.1 into 60, that is equal to 6 flickers per minute എന്ന് പറയാൻ പറ്റും. flickers per minute ചോദിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഫ്ലിക്കറിംഗ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അവിടെ 3 ബ്രൈറ്റ് ലാമ്പ് മെത്തഡ് സിൻക്രോണൈസേഷൻ നടക്കുന്ന പറഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ബ്രൈറ്റ് ലാംപ്സ് ഉണ്ടാവും. അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഒരു മെത്തഡ് ഓഫ് സിൻക്രോണൈസേഷൻ നമ്മൾ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 ലാംപ്സ് ആർ ബ്രൈറ്റൻസ് ആർ ചേഞ്ചിങ് സൈമൾട്ടേനിയസ്ലി. ലാമ്പിന്റെ ബ്രൈറ്റ്നസ് ഹ്യൂജ് ബ്രൈറ്റിൽ നിന്ന് ലെസ് ബ്രൈറ്റിലേക്ക് പോകണം അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും ഫേസ് ഡിഫറൻസ്, ഇതായിരിക്കും ഫേസ് ഒപ്പോസിഷൻ. ദാറ്റ് മീൻസ് ഫേസ് ഡിഫറൻസ് സെയിം ആയിരിക്കും, പക്ഷെ ഫ്രീക്വൻസി എന്തായിരിക്കും വരിക? മാറിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഇസ് നോട്ട് ഈക്വൽ ടു ദ ബസ് ബാർ ഫ്രീക്വൻസി. ഈ ഒരു കേസിലാണെങ്കിൽ ഹ്യൂജ് ബ്രൈറ്റ് ടു ലെസ് ബ്രൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഹിയർ ഇൻ ദാറ്റ് കേസ് എന്തായിരിക്കും വരിക? ദ ഫേസ് സീക്വൻസീസ് ആർ ഓപ്പോസിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഫേസ് സീക്വൻസ് ആർ ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കണം. ഓപ്പോസിറ്റ് മീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നത് ആർ ഫേസ്, നമ്മുടെ ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ് ആണ് നമ്മൾ ജനറേറ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ ബസ് ബാറിന്റെ എന്തായിരിക്കും വരിക? ആർ, വൈ, ബി ഇതായിരിക്കും. ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വരും, കണ്ടോ? അപ്പൊ എന്തായിരിക്കും? സെയിം ഫേസ് സീക്വൻസ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി ക്യാൻ ബി കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ ഇൻപുട്ട്. NS ഈസ് ഈക്വൽ ടു എന്താ? NS ഈസ് ഈക്വൽ ടു 120 f/p ആണല്ലേ? അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ബൈ ചേഞ്ചിങ് ദ സ്പീഡ് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്ത് ചെയ്യണം? ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്റ്റീം ഇൻപുട്ട് അല്ലെ? ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്റ്റീം ഇൻപുട്ട്. അല്ലെങ്കിൽ എന്താണോ പ്രൈം മൂവർ എന്തായിരിക്കും നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബസ് ബാർ നമ്മുടെ ആൾട്ടർനേറ്റീവ് ഫ്രീക്വൻസിയെ ബസ് ബാർ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, 3 ബ്രൈറ്റ് ലാംപ്സ് മെത്തേഡിനകത്ത് എന്തായിരിക്കും നമ്മൾ ഫ്രീക്വൻസി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്റ്റീം ഇൻപുട്ട് അല്ലെ? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഇൻപുട്ട്. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഫ്ലിക്കറിംഗ് റേറ്റിനും ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ടു ഓൾട്ടർനേറ്റേഴ്സ് ഇൻ പാരലൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും ഓപ്പറേഷൻ നടക്കുന്ന കാര്യം നോക്കാം. നമുക്ക് എന്തായിരിക്കും? ഇതാണ് G1 ആൾട്ടർനേറ്റർ A1 ആണ്. ഞാൻ ആൾട്ടർനേറ്റർ G1 ഞാൻ A1 എന്ന് വിളിക്കുകയാണ്. ആൾട്ടർനേറ്റർ A1 ഇസ് ആൾട്ടർനേറ്റർ A2 ആണ്. നോ ലോഡ് കണ്ടീഷൻ ആണ്. അപ്പം നമുക്ക് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് കണ്ടീഷൻസ് പറയാം. വോൾട്ടേജ് ഓഫ് A1 ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് A2 അല്ലെ? രണ്ടും ഒരു കോമൺ ബസ് ബാറിലേക്ക് പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെർഫോർ വോൾട്ടേജ് ഓഫ് A1 ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് A2 നമുക്ക് പറയാൻ പറ്റും. വോൾട്ടേജ് ഓഫ് A2. അപ്പൊ രണ്ട് വോൾട്ടേജും ഈക്വൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദർ ഇസ് നോ കറണ്ട് ഫ്ലോസ് ബിറ്റ്വീൻ അല്ലെ? ആൻഡ് ദെർഫോർ ഈ രണ്ട് ആൾട്ടർനേറ്ററിന്റെ ഇടയ്ക്കൂടെ എന്തായിരിക്കും? ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നോ കറണ്ട് ഫ്ലോസ് അല്ലെ? ബിക്കോസ് സെയിം വോൾട്ടേജ് ആയതുകൊണ്ട് അല്ലെ? നോ കറണ്ട് ഫ്ലോസ്, നോ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോസ്. as a result എന്തായിരിക്കും? പൊട്ടൻഷ്യൽ, because the potential difference is equal to 0 and current is equal to 0 നമുക്ക് പറയാൻ പറ്റും അല്ലെ? there is no potential difference, എന്തായിരിക്കും? കറണ്ടും 0 ആണ്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മളുടെ A1 എന്ന് പറയുന്ന ആൾട്ടർനേറ്റർ. A2 എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റർ ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ എക്സൈറ്റേഷൻ. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കേസ് 1 എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ എക്സൈറ്റേഷൻ. എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ എക്സൈറ്റേഷൻ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം? എക്സൈറ്റേഷൻ. അപ്പം A1 എന്ന് പറയുന്ന ആൾട്ടർനേറ്ററിന്റെ A1 എന്ന് പറയുന്ന ആൾട്ടർനേറ്ററിന്റെ ഞാൻ പറയുന്ന എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ എക്സൈറ്റേഷൻ അല്ലെ? അപ്പൊ ഞാൻ പറയാണ് A1 എന്ന് പറയുന്ന ആൾട്ടറിന്റെ എക്സൈറ്റേഷൻ ഞാൻ മാറ്റി കൊടുക്കാം, ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? A1ന്റെ ഫീൽഡ് കറണ്ട്, ഞാൻ ഈ ഫീൽഡാണ് നമ്മുടെ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെ? ഫീൽഡ് കറണ്ട് A1 എന്ന് പറഞ്ഞ ആൾട്ടറിന്റെ ഫീൽഡ് കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? A1 എന്ന് പറഞ്ഞ ആൾട്ടറിന്റെ ഫീൽഡ് കറണ്ട് കൂടുമ്പോഴത്തേക്ക് എന്താ? ആസ് എ ഫീൽഡ് കറണ്ട് ഇൻക്രീസസ് പിന്നെ എന്തായിരിക്കും? ഫ്ലക്സ് കൂടുതലേ? മെയിൻ ഫ്ലക്സ് ഇൻക്രീസസ്. മെയിൻ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? മെയിൻ ഫ്ലക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു E1 ആണ് അല്ലെ? E1 എന്ന് പറഞ്ഞാൽ ജനറേറ്റർ വോൾട്ടേജ്. ഈ ആൾട്ടർനേറ്റർ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് E1 ആണ്. ഇതിൽ ആൾട്ടർനേറ്റർ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? E2 ആണ്.
therefore E1 എന്തായിരിക്കും E1 increases and as a result when E1 increases terminal voltage VT is also increases. ഇതാണ് അതിന്റെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VT. അത് ആൾസോ ഇൻക്രീസസ്. ആ VT എത്ര ആയിരിക്കും വരിക 410 വോൾട്ട് ആയെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ കേസിൽ എന്റെ ലോഡിന്റെ അക്രോസ് ആയിട്ട് വിടുക 400 വോൾട്ട് ആണ്. ഞാൻ എന്ത് ചെയ്തു, ഈ ട്രാൻസ്ഫോമറിനെ നോ ലോഡ് കണ്ടീഷനിൽ പാരലൽ ഓപ്പറേഷന് വിധേയമാക്കുകയാണ്. എങ്ങനെ ആയിരിക്കും ആദ്യമേ നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ എക്സൈറ്റേഷൻ. അപ്പോഴത്തേക്ക് നോക്കിയും ഇതെന്തായിരിക്കും A1 എന്ന് പറയുന്ന ആൾട്ടർനേറ്ററിന്റെ എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്തു. എക്സൈറ്റേഷൻ ചേഞ്ച് മീൻസ് ഇതായിരിക്കും when the ഫീൽഡ് കറണ്ട് ചേഞ്ചസ് അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് ചേഞ്ചസ് ഇതായിരിക്കും the field flux increases. When the field current increases, the field flux increases and as a result generated EMF also increases and terminal voltage also increases. അപ്പൊ 400 വോൾട്ട് ഇത് രണ്ടും എന്തായിരിക്കും നമ്മൾ എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും 400 വോൾട്ട് ആയിരുന്നു. ഇപ്പൊ എത്ര ആയി 410 വോൾട്ട് ആയി അല്ലെ. 410 വോൾട്ട് ആയെന്ന് വിചാരിക്കാം. അപ്പം ഇവിടുത്തെ വോൾട്ട് എത്ര ആയിരിക്കും? ഇവിടുത്തെ വോൾട്ടേജ് 410 വന്നു അല്ലെ. 410 വോൾട്ട് വന്നു. ഇവിടെ എത്ര ആയിരിക്കും വരിക? സ്റ്റിൽ 400 ആയിരിക്കും അല്ലെ. സ്റ്റിൽ 400 വോൾട്ട് ആണ് നമ്മളുടെ ജനറേറ്റർ E2 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും there is a potential difference across exist between A1 and A2. അപ്പം A1 ന്റെ വോൾട്ടേജ് 410 വോൾട്ട് ആണ്. A2 ന്റെ വോൾട്ടേജ് ആയിരിക്കും അറ്റ് ദിസ് ടൈം A2 ന്റെ വോൾട്ടേജ് 400 വോൾട്ട് ആണ് അല്ലെ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A1 and A2. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ A1 and A2. അതിന് പരമായിട്ട് എന്തായിരിക്കും ഡ്യൂ ടു ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോസ് ബിറ്റ്വീൻ A1 and A2. സർക്കുലേറ്റിംഗ് കറണ്ട് IC എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സർക്കുലേറ്റിംഗ് കറണ്ട് IC ഫ്ലോസ് ബിറ്റ്വീൻ എന്തായിരിക്കും A1 and A2. ഫ്ലോസ് ബിറ്റ്വീൻ A1 and A2. അപ്പോ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോസ് ബിറ്റ്വീൻ A1 and A2 and that produces a flux phi. Circulating current flows between A1 and A2 because of the circulating current അല്ലെ. Because of circulating current എന്തായിരിക്കും it produces a flux phi, and oppose phi m. Therefore resultant flux പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Therefore resultant flux phi r is equal to phi m minus phi a. കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ സർക്കുലേറ്റിംഗ് കറണ്ട് മൂലം ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മെയിൻ ഫ്ലക്സ് ആയ phi r നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പോസ് ചെയ്യുന്നുണ്ട്. phi r നെ ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? phi m minus phi a. ഞാൻ ഈ ഫ്ലക്സിനെ phi a എന്ന് ഞാൻ വിളിക്കുകയാണ്. phi m minus phi എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Therefore that is results in the phi r is reduced and as a result terminal voltage ER reduced, generated EMF ER reduces and the terminal voltage reduces to 405 volt ആയി. ഇനിഷ്യലി 410 വോൾട്ട് ആയിരുന്നു. ഇപ്പൊ എത്ര ആയിരിക്കും? അത് ഇപ്പൊ എത്രയായിട്ട് മാറി? അത് 405 വോൾട്ട് ആയിട്ട് മാറി. 405 വോൾട്ട്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ആദ്യമേ എഫക്ട് ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ മാറ്റിയപ്പോഴത്തേക്ക് ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു അല്ലെ. 400 വോൾട്ട് എന്നുള്ളത് മാറിയിട്ട് എത്ര വന്നു? നമുക്ക് 410 വോൾട്ട് ആയിട്ടുണ്ടായിരുന്നു. 410 വോൾട്ട് ആയി. അപ്പം ആൾട്ടർനേറ്ററിന് അക്രോസ് A2 അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ A2 ടെർമിനൽ വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക? അതെന്ന് പറയുന്നത് നമുക്ക് 400 വോൾട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 410 400 എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും ബിറ്റ്വീൻ A1 and A2. അപ്പം ആ സർക്കുലേറ്റിംഗ് കറണ്ട് ഫലം എന്ത് ചെയ്യും? ദാറ്റ് പ്രൊഡ്യൂസസ് എ ഫ്ലക്സ് phi a that opposes the phi m. അപ്പം ഈ സർക്കുലേറ്റിംഗ് കറണ്ട് because of the circulating current a flux is produced phi a and that phi a എന്തായിരിക്കും? it will oppose the മെയിൻ ഫ്ലക്സ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? മെയിൻ ഫ്ലക്സിനെ കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻഡ്യൂസ്ഡ് EMF കുറയുമ്പോഴത്തേക്ക് എന്താ? ടെർമിനൽ വോൾട്ടേജ് ആൾസോ റെഡ്യൂസസ് അല്ലെ. അപ്പൊ അങ്ങനെ ആയിരിക്കും 410 എന്നുള്ളത് 410 മാറിയിട്ട് ഇപ്പൊ എത്ര ആയി? ഇറ്റ് ഈസ് ബിക്കം 405 വോൾട്ട് ആയി അല്ലെ. അപ്പൊ ആൾട്ടർനേറ്റീവിന്റെ വോൾട്ടേജ് എത്ര ആയി? 405 വോൾട്ട് ആയി. നോക്കിയേ അടുത്ത സ്റ്റെപ്പ് നോക്കി. അടുത്തത് ഇതെങ്ങനെ A2 എങ്ങനെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കണം. അപ്പോ ഈ അവിടെ ഉണ്ടായിരിക്കുന്ന ഫ്ലക്സ് അല്ലെ, സർക്കുലേറ്റിംഗ് കറണ്ട് മൂലം ഉണ്ടായിരിക്കുന്ന ഫ്ലക്സ് വന്നിട്ട് നമ്മളുടെ ആൾട്ടർനേറ്റർ A1 ന്റെ വോൾട്ടേജ് എത്രയായി? 405 വോൾട്ട് ആയി. പക്ഷെ നമ്മൾ A2 എന്തായിരിക്കും വരിക? A2 എന്ത് സംഭവിക്കുക നമുക്ക് നോക്കാം. A2 മീൻസ് എന്തായിരിക്കും? phi a എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫ്ലക്സ് ഡ്യൂ ടു സർക്കുലേറ്റിംഗ് കറണ്ട് അല്ലെ. സർക്കുലേറ്റിംഗ് കറണ്ട് ദാറ്റ് എന്ത് ചെയ്യും? ടോട്ടൽ മെയിൻ ഫ്ലക്സിനെ എന്ത് ചെയ്യും? AD ചെയ്യും. ദാറ്റ് മീൻസ് ദ ഫ്ലക്സ് ബിക്കം phi m plus phi a. ഫോർ ആൾട്ടർനേറ്റർ A2 ആകുമ്പോഴത്തേക്ക് എന്താ? phi m plus phi a. റിസൾട്ടന്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു phi m plus phi a ആവും. as phi r increases ഇപ്പൊ എന്തായിരിക്കും? റിസൾട്ടന്റ് ഫ്ലക്സ് കൂടും. phi r ഇൻക്രീസ് കൂടുമ്പോഴത്തേക്ക് എന്താ?
generated EMF E2 increases and also the terminal voltage VT increases to 405 volt. That means നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇവിടെ 400 വോൾട്ട് ആയിരുന്നു. ഇപ്പൊ എന്തായിരിക്കും വരിക? ബിക്കോസ് ഓഫ് ദ സർക്കുലേറ്റിംഗ് കറണ്ട് ആ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് എന്തായിരിക്കും ഇത് 405 വോൾട്ട് ആയി. The voltage of the alternator 2 also എന്തായിരിക്കും റൈസ് ടു 405 വോൾട്ട് and as a result circulating current is reduced. അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറണ്ട് becomes 0. കാര്യം രണ്ട് സെയിം വോൾട്ടേജ് ആണല്ലോ. അപ്പൊ നമുക്കിതിനകത്ത് കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ എക്സൈറ്റേഷൻ. ആൾട്ടർനേറ്റർ A1 എന്ന് പറഞ്ഞ ആൾട്ടർനേറ്ററിന്റെ എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ എന്തായിരിക്കും ടെർമിനൽ വോൾട്ടേജ് 410 ആയി. പിന്നെ എന്തായിരിക്കും അപ്പൊ രണ്ട് ആൾട്ടർനേറ്റർ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. അതിന്റെ പരമായിട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്തു. ആ സർക്കുലേറ്റിംഗ് കറണ്ട് ഫൈ എന്ന് പറഞ്ഞ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്തു. ആ ഫൈ എന്ന് പറഞ്ഞ ഫ്ലക്സ് എന്ത് ചെയ്യും? നമ്മളുടെ ഇറ്റ് വിൽ ആൾവേസ് ഒപ്പോസ് ദ കോസ്. അപ്പൊ നമുക്ക് എക്സൈറ്റേഷൻ സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ ആൾട്ടർനേറ്റർ A ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ എന്തായിരിക്കും ഫാരഡേസ് ലോ പറയുന്നത് അനുസരിച്ചിട്ട് എന്തായിരിക്കും? സോ ലെൻസസ് ലോ പറയുന്നത് അനുസരിച്ചിട്ട് ആരാണോ ആരാണോ ഡെവലപ്പ് ചെയ്യുന്നത് അതിന് എന്ത് ചെയ്യും? അതിനെ ഒപ്പോസ് ചെയ്യും. അതാണ് നമ്മൾ A1 എന്ന് പറയുന്ന ആൾട്ടർനേറ്ററിലാണ് ഫ്ലക്സ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യും? ആ ഫ്ലക്സ് ചേഞ്ച് സംഭവിച്ചപ്പോഴത്തേക്ക് ആ ഫ്ലക്സ് ചേഞ്ച് മൂലം ഡെവലപ്പ് ചെയ്ത ഫൈ ഇതായിരിക്കും നമ്മളുടെ സർക്കുലേറ്റിംഗ് കറണ്ട് മൂലം ഡെവലപ്പ് ചെയ്ത ഫ്ലക്സ്. ആ ഫ്ലക്സ് എന്ത് ചെയ്യും? നമ്മളുടെ റിസൾട്ടന്റ് ഫ്ലക്സ് ആയ ഫ്ലക്സിനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും അല്ലെ. ഫൈ ആർ ഈസ് ഈക്വൽ ടു ഫൈ എം മൈനസ് ഫൈ എ. ഫൈ എം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾട്ടർനേറ്റർ 1ന്റെ ഫ്ലക്സ് ആയിരുന്നു, മെയിൻ ഫ്ലക്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഫൈ ആർ റെഡ്യൂസ് ചെയ്യും. ഫൈ ആർ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? ജനറേറ്റഡ് EMF ഓഫ് ദ ആൾട്ടർനേറ്റർ 1 റെഡ്യൂസസ്. ഇപ്പൊ 410 വരെ ആയിരുന്ന വോൾട്ടേജ് 405 വോൾട്ട് ആക്കി മാറ്റി കഴിയും. എങ്ങനെ അടുത്തതായിരിക്കും? ആൾട്ടർനേറ്റർ 2 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ആൾട്ടർനേറ്റർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഫ്ലക്സും കൂടെ വരുവാണ് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും? ദിസ് ഫ്ലക്സ് ഫൈ എ ഇറ്റ് ഈസ് ആഡഡ് ടു ദ എന്തായിരിക്കും? മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഓഫ് ആൾട്ടർനേറ്റർ. And as a result, alternator 2 അല്ലെ, as a result the generated EMF of the alternator 2 increases and the terminal voltage of the alternator 2 is also increases. മുമ്പേ 400 വോൾട്ട് ആയിരുന്നു, now it is increases to 405 വോൾട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? സിൻസ് now E1ന്റെ വോൾട്ടേജും E2ന്റെ വോൾട്ടേജും സെയിം ആയതുകൊണ്ട് there is no circulating current flows between E1 and E2 അല്ലെങ്കിൽ A1 G1 and G2 നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ നോക്കിയേ, ഇപ്പൊ ആൾട്ടർനേറ്റർ 1 ആയ സമയത്ത് ഫോർ ആൾട്ടർനേറ്റർ 1 അല്ലെ, ആൾട്ടർനേറ്റർ 1ലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്തത്. ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് എന്തായിരിക്കും? റിസൾട്ടന്റ് ഫ്ലക്സ് കുറഞ്ഞല്ലേ. therefore we can say it is demagnetizing effect എന്ന് പറയാൻ പറ്റും. it is demagnetizing effect. ആൾട്ടർനേറ്റർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ആൾട്ടർനേറ്റർ 2 സമയത്ത് എന്തായിരിക്കും? നമ്മൾ ആൾട്ടർനേറ്റർ 1ന്റെ ഫീൽഡ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫ്ലക്സ് ഫൈ ആർ ഇൻക്രീസ് ചെയ്ത് അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? മാഗ്നറ്റൈസിങ് എഫക്ട് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാഗ്നറ്റൈസിങ് എഫക്ട്. ടു ഗെറ്റ് അങ്ങനെ മാഗ്നറ്റൈസിങ് എഫക്ട് ആയ ശേഷം ടു ഗെറ്റ് ദ സിങ്ക്രണീസം അല്ലെ, ടു ഗെറ്റ് ദ സിങ്ക്രണീസം. അപ്പം A1 എന്ന് പറയുന്ന ആൾട്ടർനേറ്ററിന്റെ ടെർമിനൽ വോൾട്ടേജ് എങ്ങനെ ആയിരിക്കും? ടെർമിനൽ ഓഫ് ദ ആൾട്ടർനേറ്റർ A1 അല്ലെ 415 നിന്ന് എന്തായിരിക്കും? 405 ആയി ഡീമാഗ്നറ്റൈസിങ് എഫക്ട്. പിന്നെന്തായിരിക്കും? നമ്മൾ A2ന്റെ എങ്ങനെയായിരിക്കും ടെർമിനൽ വന്നിരിക്കുന്നത്? മാഗ്നറ്റൈസിങ് എഫക്ട് ആയപ്പോഴത്തേക്ക് 400 നിന്ന് 405 വോൾട്ടിലേക്ക് മാറി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് പാരലൽ ഓപ്പറേഷൻ ഓഫ് ആൾട്ടർനേറ്ററിൽ നടക്കുന്നത് നോ ലോഡ് സമയത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത ആളാണ് സർക്കുലേറ്റിംഗ് കറണ്ട്. അപ്പൊ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് നേച്ചർ എന്താണ്? അപ്പൊ എന്തായിരിക്കും വരിക? ദി നേച്ചർ ഓഫ് ഓർത്ത് വയ്ക്കുക, ദി നേച്ചർ ഓഫ് ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഈസ് ട്രാൻസിയന്റ് നേച്ചർ ആണ് വരുന്നത്. therefore the nature of സർക്കുലേറ്റിംഗ് കറണ്ട് എന്തായിരിക്കും? എന്താണ്? ഈസ് ട്രാൻസിയന്റ് നേച്ചർ ആണ് വരുന്നത് ഓർത്ത് വയ്ക്കുക. ട്രാൻസിയന്റ് നേച്ചർ. ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ഇക്വേഷൻ എന്തായിരിക്കും വരിക? IC ഈസ് ഈക്വൽ ടു സർക്കുലേറ്റിംഗ് കറണ്ട് IC ഈസ് ഈക്വൽ ടു അതുതന്നെയാണ് സിങ്ക്രണൈസിംഗ് കറണ്ട് എന്ന് പറയുന്നത് ISY ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ പാത്ത് ഇംപെഡൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പാത്ത് ഇംപെഡൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? E1 മൈനസ് E2 അല്ലെ, E1 മൈനസ് E2 ഡിവൈഡ് ബൈ ZS1 പ്ലസ് ZS2. മൈനസ് Z2 ഡിവൈഡ് ബൈ ZS1 പ്ലസ് ZS2. ഇത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സർക്കുലേറ്റിംഗ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? E1 മൈനസ് E2 ഡിവൈഡ് ബൈ Z1 പ്ലസ് ZS1 പ്ലസ് ZS2. ZS1 ZS2 എന്തായിരിക്കും? പാത്ത് ഇംപെഡൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ആൾട്ടർനേറ്റേഴ്സ് ഓൺ ലോഡ് കണ്ടീഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ചത്
എന്തായിരിക്കും alternators on no load condition, ഇവിടെ alternators on load condition. Change in excitation തന്നെയാണ്, effect of change in excitation. First case, effect of change in excitation. Effect of change in excitation. ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ആൾട്ടർനേറ്റർ A1 ആണ് അല്ലെ, ആൾട്ടർനേറ്റർ A1 ആണ്, ദിസ് ആൾട്ടർനേറ്റർ A2 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആൾട്ടർനേറ്റർ മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ആൾട്ടർനേറ്റർ A1ന്റെ എക്സൈറ്റേഷൻ മാറ്റി കൊടുക്കും അല്ലെ, എക്സൈറ്റേഷൻ ഇൻക്രീസ്. ദാറ്റ് മീൻസ് ഫീൽഡ് കറന്റ് ഓഫ് ഫോർ ആൾട്ടർനേറ്റർ A1 അല്ലെ, A1 ഫോർ ആൾട്ടർനേറ്റർ A1, ആൾട്ടർനേറ്റർ A1 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഫീൽഡ് കറന്റ് ഇൻക്രീസ് ചെയ്യും അല്ലെ, വി ഇൻക്രീസ് ദ ഫീൽഡ് കറന്റ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, മെയിൻ ഫ്ലക്സ് കൂടും. മെയിൻ ഫ്ലക്സ് കൂടുമ്പോഴത്തേക്ക് എന്താ, ജനറേറ്റഡ് EMF കൂടും അല്ലെ, ജനറേറ്റഡ് EMF കൂടും, ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും അല്ലെ. therefore ടെർമിനൽ വോൾട്ടേജ് ഇസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ടെർമിനൽ വോൾട്ടേജ് ഓഫ് A1 ഈസ് ഇൻക്രീസ്ഡ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ എന്തായിരിക്കും, ഇവിടെ സെയിം മുമ്പത്തെ അതേ ടെർമിനൽ വോൾട്ടേജ് തന്നെ ആണ് നിൽക്കുന്നത് അല്ലെ. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ രണ്ട് ആൾട്ടർനേറ്ററും പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ദാറ്റ് മീൻസ് ബോത്ത് ആൾട്ടർനേറ്റേഴ്സ് ആർ എന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് ഇൻ പാരലൽ ആൻഡ് ഷെയറിംഗ് ദ ലോഡ്. ആൻഡ് എന്തായിരിക്കും, IA1 ഈസ് ഈക്വൽ ടു IA2 ആണ്. IA1 ഈസ് ഈക്വൽ ടു IA2 ആണ് ഫസ്റ്റ് കേസിൽ. സോറി, നമ്മൾ ഈ എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആൾട്ടർനേറ്ററിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫീൽഡ് എക്സൈറ്റേഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പൊ എന്തായിരിക്കും വരിക, ഫീൽഡ് എക്സൈറ്റേഷൻ മാറ്റും മീൻസ് ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്തു, ഫീൽഡ് ഫ്ലക്സ് ഇൻക്രീസ് ആയി, എന്തായിരിക്കും, ജനറേറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ആയി, ടെർമിനൽ വോൾട്ടേജ് ആൾസോ ഇൻക്രീസസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും, ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ആൾട്ടർനേറ്റർ A1ന്റെ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് കൂടി, G2ന്റെ പഴയ കണക്ക് തന്നെ നിൽക്കുകയാണ്, ഇത് 410 ഇത് 400 വിചാരിക്കുക. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore potential difference between A1 and A2 അല്ലെ, terminal voltage increases and as a result potential difference develop between എന്തായിരിക്കും, develop between A1 and A2 അല്ലെ. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, therefore എന്തായിരിക്കും, ആരുടെ ഫീൽഡ് എക്സൈറ്റേഷൻ കൂടിയ IF അല്ലെ, നമ്മുടെ A1ന്റെ ഫീൽഡ് എക്സൈറ്റേഷൻ കൂടി, വോൾട്ടേജ് കൂടി. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, therefore the IA1 അല്ലെ, IA1 increases. That means the current delivered by the alternator A1 increases as compared to എന്തായിരിക്കും, current as compared to alternator A2. അപ്പം ഞാൻ ഇപ്പൊ ഈ ഒരു പറഞ്ഞത് തന്നെ ഞാൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, therefore as the current delivered by the alternator increases, അപ്പൊ നമുക്ക് എനിക്ക് എന്താ പറയാൻ പറ്റും, ഈ ആൾട്ടർനേറ്റർ ഡെലിവർ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ലോഡ് Z1 Z2, നമ്മൾ ലോഡ് എന്ന് പറയുന്നത് Z1 Z2 Z3 Z4 ആണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസ് പറയുമ്പോഴത്തേക്ക് ആൾട്ടർനേറ്റർ ഈ A1 എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റർ ഡെലിവർ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പറയാൻ പറ്റും, ഈ 4 ലോഡ് ഉണ്ടെങ്കിൽ ഈ 4 ലോഡിന്റെ മെജോറിറ്റി ലോഡ് ആയിരിക്കും Z1 Z2 Z3 ആരെടുക്കും, നമ്മളുടെ ആൾട്ടർനേറ്റർ 1 എടുക്കും. ഒരു എന്തായിരിക്കും, ആൾട്ടർനേറ്റർ 2 എടുക്കുന്നത് Z4 എന്ന ലോഡ് മാത്രമേ എടുക്കത്തുള്ളൂ. കാര്യം എന്തായിരിക്കും, ബിക്കോസ് ദ കറണ്ട് ഡെലിവേർഡ് ബൈ ദ ആൾട്ടർനേറ്റർ A1 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെ, ബിക്കോസ് വി ചേഞ്ച് ദ എക്സൈറ്റേഷൻ ഓഫ് ദ alternator A1. അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, therefore we can say that as IF is increases അല്ലെ, as the field current is increases, എന്തായിരിക്കും, it gives more എന്ത് പവറാ, റിയാക്റ്റീവ് പവർ Q, more reactive power than before. കാര്യം എന്തായിരിക്കും വരിക, എന്റെ ലോഡ് എന്താണ്, ഇൻഡക്റ്റീവ് ലോഡാണ്, RL ലോഡാണ് അല്ലെ. RL ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, മോർ റിയാക്റ്റീവ് പവർ ആണ് എന്ത് ചെയ്തത്, നമ്മുടെ ഈ ജനറേറ്റർ സപ്ലൈ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇഫ് ദ ഫീൽഡ് കറന്റ് ഇൻക്രീസസ് ഇറ്റ് ഗിവ്സ് മോർ റിയാക്റ്റീവ് പവർ ദാൻ ബിഫോർ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, therefore ഔട്ട് ഓഫ് 4 ലോഡ്സ്, ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എഴുതുകയാണ്, ഔട്ട് ഓഫ് 4 ലോഡ്സ്, ഈ 4 ലോഡ്സ് ഉള്ളതിനകത്ത് എനിക്ക് പറയാൻ പറ്റും A1 എന്ന് പറയുന്ന ആൾട്ടർനേറ്റർ A1 ഇറ്റ് വിൽ ടേക്ക് ഇതായിരിക്കും 3 ലോഡ്സ് അല്ലെ. എന്റെ ജനറേറ്റർ ആ ഫീൽഡ് എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്ത ജനറേറ്ററിന്റെ 3 ലോഡിനെ എടുക്കും, 3 ലോഡ്സിനെ എടുക്കും, ഞാൻ പറയുകയാണ് അങ്ങനെയാണ്. A2 എന്തായിരിക്കും വരിക, A2 ഇറ്റ് വിൽ ടേക്ക് ഓൺലി 1 ലോഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും കാര്യം A1 3 ലോഡ്സ് എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇത് മൂന്നും ഇൻഡക്റ്റീവ് ലോഡ് അല്ലേ, Z1 Z2 Z3 പറയുമ്പോഴത്തേക്ക് ഇൻഡക്റ്റീവ് ലോഡ് അല്ലേ, therefore it has to supply the reactive power to the 3 loads. അപ്പം എനിക്ക് പറയാൻ പറ്റും the active power drawn by the alternator 1 reduces അല്ലെ. therefore my statement is the active power, അങ്ങനെ ആകുമ്പോഴത്തേക്ക് the active power drawn by alternator A1 അല്ലെ, A1 reduces ആവുന്നുണ്ട് അല്ലെ, A1 reduces as എന്തായിരിക്കും, as reactive power increases. കാര്യം എന്തായിരിക്കും, ലോഡ് ഈസ് ഇൻഡക്റ്റീവ്
റിയാക്റ്റീവ് പവർ ഇൻക്രീസ് as the load is ഇൻഡക്റ്റീവ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ആൾട്ടർനേറ്റർ 1ന്റെ Q എന്ന് പറയുന്നത് അല്ലെ, Q is a very large value. The reactive power of alternator Q, the reactive power delivered by the alternator Q is a large value. എന്തായിരിക്കും പി എന്ന് പറയുമ്പോഴത്തേക്കും റിയാക്റ്റീവ് പവർ പി എന്ന് പറയുമ്പോഴത്തേക്കും പി എന്ന് പറയുന്നത് സ്മാൾ വാല്യൂ ആണ് നമുക്ക് പറയാൻ പറ്റും ആൾട്ടർനേറ്റർ 1ല്. A2 ആണെങ്കിലോ ഫോർ ആൾട്ടർനേറ്റർ A2, ഫോർ ആൾട്ടർനേറ്റർ A2 ആണെങ്കിൽ അത് ആ ആൾട്ടർനേറ്റർ എടുക്കുന്ന ഒരു ലോഡ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലെ. കാര്യം ഔട്ട് ഓഫ് ദ 4 ലോഡിൽ 3 ലോഡും 3 ഇൻഡക്റ്റീവ് ലോഡ് ആരെടുക്കുന്നുണ്ട് A1 എടുക്കുന്ന സമയത്ത് ഒരാളെ മാത്രമേ നമ്മൾ ആരെടുക്കുന്നുള്ളൂ, നമ്മൾ A2 എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോർ ആൾട്ടർനേറ്റർ A2 ലെസ് റിയാക്റ്റീവ് പവർ, ലെസ് Q ആസ് കമ്പയർഡ് ടു A1 അല്ലെ, ആസ് കമ്പയർഡ് ടു A1 അല്ലെ, ലെസ് Q ആസ് കമ്പയർഡ് ടു A1. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റും. എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇഫ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ ഇൻക്രീസസ് അല്ലെ, എന്തായിരിക്കും ഫീൽഡ് എക്സൈറ്റേഷൻ ഇൻക്രീസസ്, എങ്ങനെ പറയാൻ പറ്റും, ദ പവർ ഫാക്ടർ ഓഫ് ഇൻഡക്റ്റീവ് ലോഡ്, ഒരുപാട് ഇൻഡക്റ്റീവ് ലോഡ് എടുക്കുന്നുണ്ട് അല്ലെ, ആരാ A1, ദ പവർ ഫാക്ടർ ഓഫ് റെഡ്യൂസസ് ഫോർ അല്ലെ ആൾട്ടർനേറ്റർ A1, പവർ ഫാക്ടർ റെഡ്യൂസസ് ഫോർ ആൾട്ടർനേറ്റർ A1 ബിക്കോസ് as the inductive load is increases, and the power factor increases for alternator A2 as inductive load reduces. So അപ്പൊ എനിക്ക് പറയാൻ പറ്റും therefore the power factor of A2 is increased as compared to A1. അതും ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മളൊരു എന്തായിരിക്കും ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുക. ഈ ടേബിൾ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ടേബിൾ ഈസ് ഇമ്പോർട്ടന്റ്. ഇത് ആൾട്ടർനേറ്റർ A1 ആണ്, ഇത് ആൾട്ടർനേറ്റർ A2 ആണെങ്കിൽ എന്തായിരിക്കും റിയാക്റ്റീവ് പവർ P1 P2, reactive power P1 P2 approximately equal എന്ന് ഞാൻ പറയുകയാണ്. P1 is approximately equal to P2. Q1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ Q2 അല്ലെ. Q1 is very much greater than Q2. 5-1 നമ്മൾ എക്സൈറ്റേഷൻ മാറ്റി കൊടുത്തത് ആർക്കാണ് നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലക്സ് ഇറ്റ് ഈസ് ഫ്ലക്സ് സ്റ്റേജ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആൾട്ടർനേറ്റർ A1 ആണ്. ഫ്ലക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5-2 അല്ലെ. പിന്നീടായിരിക്കും വരിക പവർ ഫാക്ടർ ആംഗിൾ 5-1 is greater than 5-2. അപ്പോൾ എന്തായിരിക്കും cos 5-1 it is less than cos 5-2. അടുത്തെന്തായിരിക്കും IA1 it is greater than IA2. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ this alternator A1, this alternator A2. ഇത് ഫ്ലക്സ് ആണ്, ഇത് 5-1 ആണ്. അപ്പോ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് A1ഉം A2. അപ്പൊ എന്താ നമ്മൾ കണ്ടതിനകത്ത്, ആൾട്ടർനേറ്റർ ലോഡ് ആയിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഫീൽഡ് എക്സൈറ്റേഷൻ ആൾട്ടർനേറ്റർ A1ന്റെ ഫീൽഡ് എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽഡ് എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ആൾട്ടർനേറ്റർ A1ഉം ആൾട്ടർനേറ്റർ A2ഉം അല്ലെ, ആൾട്ടർനേറ്റർ A1ഉം ആൾട്ടർനേറ്റർ A2ഉം തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫലമായിട്ട് സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ലോഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് IA1 എന്തായിരിക്കും, IA1 is greater than IA2 ആവും അല്ലെ. therefore IA1 is greater than IA2 ആണ്. IA1 ഇൻക്രീസ് ചെയ്യും അല്ലെ, IA1 ഇൻക്രീസ് ചെയ്യും. as ഫീൽഡ് നമുക്ക് പറയാൻ പറ്റും when the field current increases it gives more reactive power than before. കാര്യം എന്തായിരിക്കും വരിക, ഇത് IA1 ഇൻക്രീസ് ആവും, IA2നെ കാട്ടിയും IA1 ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ലോഡിന്റെ ഭൂരിഭാഗം ലോഡ് മാരെടുക്കും ഈ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള A1 ഡെലിവർ ചെയ്യാൻ ശ്രമിക്കും. therefore A1 will take 3 loads and A2 will take only 1 load എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് the active power drawn by A1 reduces as reactive power increases. കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് this generator has to deliver ഇത് വേണം gives more reactive power than before because it has to take this much inductive load. അപ്പം എനിക്ക് പറയാൻ പറ്റും the active power drawn by the A1 reduces as compared to reactive power. therefore as the reactive power increases പറയാൻ പറ്റും. therefore the reactive power increases, Q increases to a large value and the P will become a small value. അപ്പം P will become a small value. For alternator A2 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മൾ ഈ 4 ലോഡ് ഉള്ളതിൽ ഒരു ലോഡ് മാത്രമേ A2 എടുക്കുന്നുള്ളൂ. അപ്പൊ എന്തായിരിക്കും, it will take less reactive power as compared to A1. അപ്പൊ നമ്മൾ കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, P1 approximately equal to P2 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. Q1 എന്ന് പറയുമ്പോൾ റിയാക്റ്റീവ് പവർ ഗ്രേറ്റർ ദാൻ റിയാക്റ്റീവ് പവർ Q1 is greater than Q2. ഫ്ലക്സ് എന്തായിരിക്കും വരിക, പവർ ഫാക്ടർ ഇൻഡക്റ്റീവ് ലോഡ് എന്തായിരിക്കും, പവർ ഫാക്ടർ ലെസ് ആയിരിക്കും അല്ലെ ആൾട്ടർനേറ്റർ A1 because it is taking three numbers of inductive load. and IA1 നമ്മൾ എക്സൈറ്റേഷൻ കൂട്ടി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, IA1 ജനറേറ്റർ ഫസ്റ്റ് ജനറേറ്ററിന്റെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഗ്രേറ്റർ ദാൻ IA2. ആ ഇൻക്രിമെന്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് അല്ലെ.
ഓക്കെ, അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ വി ആൻഡ് ഇൻവെർട്ടഡ് വി കർവ്സിലെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതിന് മുന്നേ നമുക്ക് ഒരു പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേം നോക്കാം. പവറിന്റെ ഇക്വേഷൻ എന്താ? പവർ ഈസ് ഈക്വൽ ടു ഇ വി ബൈ ആക്റ്റീവ് പവർ വി ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു പവർ പി ഈസ് ഈക്വൽ ഇ വി ബൈ എക്സസ് ഇൻറ്റു സൈൻ ഡെൽറ്റ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ വി സൈൻ ഡെൽറ്റ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇതാണ് ആക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ. അപ്പം പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ അല്ലെങ്കിൽ ഇ വി സൈൻ ഡെൽറ്റ, അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജും കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ സൈൻ ഡെൽറ്റ എന്ന് പറയാൻ പറ്റും. അത് കുറച്ചുകൂടെ നല്ലത്, നമുക്ക് അത് മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ സൈൻ ഡെൽറ്റ. ആക്റ്റീവ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ സൈൻ ഡെൽറ്റ. അല്ലെങ്കിൽ ആക്റ്റീവ് പവറിന്റെ അടുത്ത ഇക്വേഷൻ എന്തായിരിക്കും? പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു വി ഇൻറ്റു ഐ എ വി ഐ കോസ് ഫൈ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എ ഇൻറ്റു കോസ് ഫൈ നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? റിയാക്റ്റീവ് പവർ ക്യൂ ഈസ് ഈക്വൽ ടു ഇതായിരിക്കും വി ബൈ എക്സ് ഇൻറ്റു ഇ കോസ് ഡെൽറ്റ മൈനസ് വി അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വി ബൈ ഡെൽറ്റ ഇൻറ്റു വി ബൈ എക്സ് ഇൻറ്റു ഈ കോസ് ഡെൽറ്റ മൈനസ് വി. അല്ലെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുക? റിയാക്റ്റീവ് പവർ ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ഈ കോസ് ഡെൽറ്റയും അല്ലെ, ഈ കോസ് ഡെൽറ്റ. അല്ലെങ്കിൽ എന്തായിരിക്കും? പവർ ഈസ് റിയാക്റ്റീവ് പവർ ക്യൂ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എ സൈൻ ഫൈ എന്നല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? ചിലപ്പോൾ ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എ സൈൻ ഫൈ നമുക്ക് പറയാൻ പറ്റും. സോ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഓർത്ത് വയ്ക്കുക. റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ. നമ്മൾ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെ നമുക്ക് കാര്യം നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്യൂ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു reactive power equation Q is equal to V by X into E cos delta minus V. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. V by delta into V by X into E cos delta minus V അല്ലേ? അപ്പൊ ഞാനിപ്പോ ഇത് 3 ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ പോകും. 3 ഫേസർ ഡയഗ്രം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ വോൾട്ടേജ് V എന്ന് ഞാൻ എടുക്കാൻ പോവുകയാണ്. നോർമൽ വോൾട്ടേജ് V. ഓക്കെ, വോൾട്ടേജ് V ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് കേസിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് കേസ് 1 ആണ്. കേസ് 1 ഇവിടെ ശരിയാവില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈ കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ വി ആവുന്ന കണ്ടീഷൻ അല്ലെ? ഈ കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ വി ആവുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഈ കോസ് ഡെൽറ്റ ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഈ കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ വി. ഈ കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ വി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇൻഡക്റ്റീവ് ലോഡ് ലാഗിംഗ് പവർ പാറ്റേൺ ഇവിടെ നമ്മൾ പഠിക്കാൻ നമുക്ക് കാര്യം. ഈ കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ വി അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? റിയാക്റ്റീവ് പവർ പോസിറ്റീവ് ആണ് അല്ലെ? ഈ ടേം ഫസ്റ്റ് ടേം ഗ്രേറ്റർ ദാൻ വി ആകുമ്പോഴത്തേക്ക് എന്താ? റിയാക്റ്റീവ് പവർ പോസിറ്റീവ് ആണ്. നമ്മൾ മുന്നേ പഠിച്ചത് കണക്ക്. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് വിൽ ഡെലിവർ ദ റിയാക്റ്റീവ് പവർ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇതാണ് ഞാൻ റെഫറൻസ് എടുക്കുന്നത്. റെഫറൻസ് ആൾട്ടർനേറ്ററിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു എന്തായിരിക്കും? നമ്മൾ മുന്നേ പാരലൽ ഓപ്പറേഷൻ പഠിച്ച സമയത്ത് റിയാക്റ്റീവ് പവർ പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ലാഗിംഗ് പവർ പാറ്റേണിലാണ് റിയാക്റ്റീവ് പവർ പോസിറ്റീവ് ആവുന്നത് എവിടെ? ആൾട്ടർനേറ്ററിന്റെ കേസിലാണെങ്കിൽ. അപ്പൊ എന്തായിരിക്കും വരിക? റിയാക്റ്റീവ് പവർ പോസിറ്റീവ് ആവണമെങ്കിൽ ഈ കോസ് ഡെൽറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് എന്റെ വോൾട്ടേജ് വി എങ്കിൽ, സപ്പോസ് ദിസ് ദ വോൾട്ടേജ് വി, ഇതാണ് വോൾട്ടേജ് വി എങ്കിൽ ഇത് വി ആണ്. ഇൻഡക്റ്റീവ് ലോഡ് ആകുമ്പോഴത്തേക്ക് എന്താ? കറണ്ട് ലാഗ് ചെയ്യുന്നുണ്ട് അല്ലെ? കറണ്ട് ഐ എ ലാഗിങ് ബൈ ആൻ ആംഗിൾ ഫൈ എന്ന് പറയാം. ഫൈ അല്ലെ? അപ്പൊ എന്തായിരിക്കും വരിക? ദെൻ ഇതെന്തായിരിക്കും വരിക? നമ്മൾ ഐ എ ആർ എ ഡ്രോപ്പ് നമ്മൾ എടുക്കുന്നില്ല. ഐ എ എക്സസ് ഡ്രോപ്പ് മാത്രമേ ഇവിടെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഐ എ ഇൻറ്റു എക്സസ്, ഇറ്റ് ഈസ് ഐ എ ഇൻറ്റു എക്സസ് ഡ്രോപ്പ്. ഇതായിരിക്കും നമ്മളുടെ എന്താ പറയുന്നത്? ഇതായിരിക്കും വരിക. ഈ ആംഗിള് ഇയും വിയും തമ്മിലുള്ള ആംഗിൾ ഡെൽറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതായിരിക്കും നമ്മൾ എന്ന് പറയുന്നത് ഈ കോസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈ കോസ് ഡെൽറ്റ. അപ്പൊ എന്തായാലും therefore ഈ കോസ് ഡെൽറ്റ നമ്മളെ വി എന്ന് പറയുന്നത് ഇതാണ്. therefore ഈ കോസ് ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ വി എന്ന് പറയാൻ പറ്റും അല്ലെ? therefore ഈ കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ വി ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? ഈ കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ വി ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഡെലിവേഴ്സ് ദ റിയാക്റ്റീവ് പവർ അല്ലെ? that means machine delivers the reactive power. അടുത്തതായിരിക്കും വരിക ഇൻഡക്റ്റീവ് ലോഡ് ആണ് അല്ലെ? ഇൻഡക്റ്റീവ് ലോഡ് ലാഗിംഗ് പവർ ഫാക്ടർ.
ലാഗിങ് പവർ ഫാക്ടർ. ഓക്കെ, അപ്പം ലോഡ് ഇൻഡക്റ്റീവ് ആണ്. പറഞ്ഞതായിരിക്കും എക്സൈറ്റേഷൻ കൂടുതലല്ലേ, എക്സൈറ്റേഷൻ ഈസ് മോർ അല്ലെ, എക്സൈറ്റേഷൻ ഈസ് മോർ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓവർ എക്സൈറ്റഡ് എന്ന് പറയാൻ പറ്റും, ഓവർ എക്സൈറ്റഡ്. നമ്മൾ ലാസ്റ്റ് പഠിച്ച പോയിന്റുമായിട്ട് നമുക്ക് നോക്കിയാൽ മതി. ലാസ്റ്റ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ ഇൻ പാരലൽ അല്ലെ, ഇൻ ലോഡ് കണ്ടീഷൻ, അത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഓവർ എക്സൈറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ദിസ് ജനറേറ്റർ ഓവർ എക്സൈറ്റഡ് സിങ്കർണസ് ജനറേറ്റർ ഈസ് മോർ സ്റ്റേബിൾ. ഈ ഒരു 5 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കണ്ടീഷൻ നോക്കിയേ, ഇ കോസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു വി ആവുന്ന കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് അല്ലെ, ഇ കോസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു വി അതാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ആ കേസ് നോക്കിയേ, ഇ കോസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു വി ആവുന്ന കേസിൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഇത് നമ്മൾ റെഫറൻസ് ആണ്, ഇതാണ് നമ്മളെ വോൾട്ടേജ് വി എന്ന് പറയുന്നത് അല്ലെ, വോൾട്ടേജ് വി എന്തായിരിക്കും, ഇതെന്തായിരിക്കും ഇസ് ഈക്വൽ ടു വി ആകുമ്പോഴത്തേക്ക് ദിസ് ഇസ് ഐ എ ഇൻറ്റു എക്സസ് അല്ലെ, ഇതായിരിക്കും നമ്മളുടെ ഇ കോസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ദിസ് ഇ കോസ് ഡെൽറ്റ, ഈ കോസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു വി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, റിയാക്റ്റീവ് പവർ ക്യൂ ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും ഈ രണ്ട് ടേംസ് ഈക്വൽ ആകുമ്പോഴത്തേക്ക് റിയാക്റ്റീവ് പവർ ക്യൂ ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും ഈ എക്സൈറ്റേഷൻ എന്തായിരിക്കും, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നോർമൽ എക്സൈറ്റേഷൻ എന്ന് പറയാൻ പറ്റും അല്ലെ, നോർമൽ എക്സൈറ്റേഷൻ, നോർമൽ എക്സൈറ്റേഷൻ ഇതായിരിക്കും വരിക, ഇതായിരിക്കും ലെസ് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും അല്ലെ, ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ. നോർമൽ എക്സൈറ്റേഷൻ ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക, റിയാക്റ്റീവ് പവർ 0 ആകുമ്പോഴത്തേക്ക് ഐ എ ഇൻറ്റു സൈൻ ഫൈ ഈസ് 0. ഈ കാര്യം റിയാക്റ്റീവ് പവർ ക്യൂ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, റിയാക്റ്റീവ് പവർ വി ഐ സൈൻ ഫൈ അല്ലേ, സൈൻ ഫൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ എ ഇൻറ്റു സൈൻ ഫൈ, ക്യൂ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്ക് ഐ എ ഇൻറ്റു സൈൻ ഫൈ എന്തായിരിക്കും 0 ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് സെക്കൻഡ് കേസ് പറയുന്നത്. അടുത്ത കേസ് നോക്കിയേ, ഈ കോസ് ഡെൽറ്റ ലെസ് ദാൻ ബി അല്ലെ, ദാറ്റ് ഈസ് ഈ കോസ് ഡെൽറ്റ ലെസ് ദാൻ ബി അതാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, അത് ശ്രദ്ധിച്ച് നോക്കാം എങ്ങനെ ആവും എന്നുള്ളത്, അത് ലീഡിങ് പവർ ഫാക്ടറിലായിരിക്കും. ഇതെന്തായിരിക്കും, ഇത് റെസിസ്റ്റീവ് അല്ലെ, റെസിസ്റ്റീവ് അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ, റെസിസ്റ്റീവ് ഓർ യൂണിറ്റി പവർ ഫാക്ടർ. ലീഡിങ് പവർ ഫാക്ടർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഞാൻ ആദ്യം വോൾട്ടേജ് ഞാൻ വരച്ചു അല്ലെ, വോൾട്ടേജിനെ വരച്ചു, വോൾട്ടേജും കറണ്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് ലീഡിങ് വരുമ്പോൾ ഐ എ എന്ന് പറയുന്നത് ഐ എ it is IA into excess അതായിരിക്കും നമ്മളുടെ വി എന്ന് പറയുന്നത്, ഈ കോസ് ഡെൽറ്റ. കുറച്ചുകൂടെ കാര്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ it is IA into excess, it is E cos delta. E cos delta less than V ആണ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, E cos delta less than V എന്ന് പറയുമ്പോഴത്തേക്ക് E cos delta less than V, therefore നമുക്ക് പറയാൻ പറ്റും റിയാക്റ്റീവ് പവർ Q is നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും അല്ലെ, റിയാക്റ്റീവ് പവർ Q is നെഗറ്റീവ്. അപ്പോൾ റിയാക്റ്റീവ് പവർ Q is നെഗറ്റീവ് മീൻസ് അബ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റീവ് പവർ, അബ്സോർപ്ഷൻ അല്ലെ, നെഗറ്റീവ് മീൻസ് അബ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റീവ് പവർ, അല്ലെങ്കിൽ Q പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് ഡെലിവറിങ് റിയാക്റ്റീവ് പവർ നമുക്ക് പറയാൻ പറ്റും. Q is നെഗറ്റീവ്, E cos delta less than V, ഇതായിരിക്കും അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അണ്ടർ എക്സൈറ്റഡ് ഇതായിരിക്കും വരിക വെരി ലെസ് സ്റ്റേബിൾ. ഓക്കെ, കണ്ടീഷൻ എന്തായിരിക്കും, ലെസ് സ്റ്റേബിൾ കണ്ടീഷൻ. ഇതാണ് ജനറേറ്ററിന്റെ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ലീഡിങ് കേട്ടോ, കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ, ആ പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വി ആൻഡ് ഇൻവെർട്ടഡ് വി കർവ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യുവമാർ തമ്മിൽ ഇവരെ വരയ്ക്കുന്ന എന്തായിരിക്കും, ആരൊക്കെ തമ്മിലാ വരയ്ക്കുന്നത് ഓർത്ത് വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. വി കർവ് എന്ന് പറയുമ്പോഴത്തേക്ക് വരയ്ക്കുന്നത് ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടും ആയിട്ടാണ്. ആർമേച്ചർ കറണ്ട് വേഴ്സസ് ഫീൽഡ് കറണ്ട് നമ്മൾ വി കർവ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, ഇൻവെർട്ടഡ് വി കർവ് വരയ്ക്കുന്നത് പവർ ഫാക്ടറും ഫീൽഡ് കറണ്ടും ആയിട്ട്, കർവ് ബിറ്റ്വീൻ പവർ ഫാക്ടർ ആൻഡ് ഫീൽഡ് കറണ്ട്. അത് ഓർത്ത് വെക്കുക, ഒരുപാട് തവണ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്.
വി കർവ് മീൻസ് ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടും, പിന്നെ എന്തായിരിക്കും ഇൻവെർട്ടർ കർവ് മീൻസ് പവർ ഫാക്ടറും ഫീൽഡ് കറണ്ടും ആണ് ഓർത്ത് വെക്കാം. നമ്മളിത് ഓർത്ത് വെക്കുക. ഇത് നോക്കിയേ, ഈ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടർ എക്സൈറ്റേഷൻ, പിന്നെ എന്തായിരിക്കും നോർമൽ എക്സൈറ്റേഷൻ, പിന്നെ എന്തായിരിക്കും വരിക ഓവർ എക്സൈറ്റേഷൻ. ഫസ്റ്റ് കേസിൽ ഞാൻ പറയാണ്, ജനറേറ്ററിന്റെ കേസ് ആണെങ്കിൽ, ജനറേറ്ററിന്റെ കേസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടർ എക്സൈറ്റേഷൻ വരുന്നത് ഏത് പവർ ഫാക്ടറിലായിരിക്കും വരിക? ദാറ്റ് ഈസ് എന്തായിരിക്കും ലീഡിംഗ് പവർ ഫാക്ടറിലായിരിക്കും നമുക്ക് അണ്ടർ എക്സൈറ്റേഷൻ സംഭവിക്കുന്നത് അല്ലേ? അണ്ടർ എക്സൈറ്റേഷൻ, നോർമൽ എക്സൈറ്റേഷൻ, ഓവർ എക്സൈറ്റേഷൻ. അതിനകത്ത് അണ്ടർ എക്സൈറ്റേഷൻ നടക്കുന്നത് നമ്മൾ നോക്കി, നമ്മൾ കർവ് നോക്കി, നമ്മൾ മുമ്പേ വരച്ചത് ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ, സോറി ഫേസർ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ അണ്ടർ എക്സൈറ്റേഷൻ നടക്കുന്നത് എന്തായിരിക്കും? ലീഡിംഗ് പവർ ഫാക്ടറിലായിരിക്കും നമുക്ക് അണ്ടർ എക്സൈറ്റേഷൻ നടക്കുന്നത്. therefore എന്തായിരിക്കും വരിക? ഇവിടെ എന്തായിരിക്കും വരിക? പവർ ഫാക്ടർ എന്തായിരിക്കും? ലീഡിംഗ് എന്ന് പറയാൻ പറ്റും ജനറേറ്റർ ആണെങ്കിൽ. ലീഡിംഗ്. ഓവർ എക്സൈറ്റേഷൻ പറയുമ്പോഴത്തേക്ക് എന്താ? ലാഗിങ്. ഇതെന്തായിരിക്കും? ഇത് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. എന്തായിരിക്കും? ഇത് ലാഗിങ് ആണ്. മോട്ടർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? തിരിച്ചു വരും. തെറ്റിച്ചുകൊണ്ട് കളയരുത്, ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അണ്ടർ എക്സൈറ്റേഷൻ വരുന്നത് ലാഗിങ് പവർ ഫാക്ടറിലായിരിക്കും. നോർമൽ എക്സൈറ്റേഷൻ UPF തന്നെ നിൽക്കും. ഓവർ എക്സൈറ്റേഷൻ എന്തായിരിക്കും വരിക? ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തായിരിക്കും ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ റണ്ണിംഗ് അറ്റ് നോ ലോഡ് ഇറ്റ് ക്യാൻ ഡെലിവർ ദ റിയാക്റ്റീവ് പവർ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ലീഡിംഗ് പവർ ഫാക്ടർ കൊടുക്കുന്നത്. എവിടെ ആയിരിക്കും? ഓവർ എക്സൈറ്റേഷൻ മോട്ടറിന്റെ കേസിൽ. സോ ഇത് ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് നിന്ന് ഇമ്പോർട്ട് എന്തൊക്കെയായാലും ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ഓർത്ത് വയ്ക്കുക, അണ്ടർ എക്സൈറ്റഡ്, നോർമൽ എക്സൈറ്റഡ്, ഓവർ എക്സൈറ്റേഷൻ. ജനറേറ്റർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അണ്ടർ എക്സൈറ്റേഷൻ എവിടെ സംഭവിക്കുന്നത് ഓർത്ത് വയ്ക്കുക. മോട്ടർ ആകുമ്പോഴത്തേക്ക് എന്താ? ഓവർ എക്സൈറ്റേഷൻ എവിടെ സംഭവിക്കുകയെന്ന് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്? ലീഡിംഗ് പവർ ഫാക്ടർ പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? ലീഡിംഗ് പവർ ഫാക്ടർ പറയുമ്പോഴത്തേക്ക് റിയാക്റ്റീവ് പവർ കൂടും അല്ലെ? therefore we can say that it can work as a capacitor or എന്തായിരിക്കും? സിങ്ക്രണസ് കണ്ടൻസർ. നമ്മൾ പഠിക്കും പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് കേസിൽ നമ്മൾ പഠിക്കും. ഇത് ഓർത്ത് വയ്ക്കുക. വി ആൻഡ് ഇൻവെർട്ടർ വി കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സിങ്ക്രണസ് മോട്ടോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സിങ്ക്രണസ് മെഷീൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കിയേ, സിങ്ക്രണസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ സിങ്ക്രണസ് സ്പേസ് മോഡിഫയർ ആസ് കമ്പയർഡ് ടു എ സിങ്ക്രണസ് മോട്ടർ used for mechanical load has a synchronous phase modifier. എന്താണ് synchronous phase modifier എന്ന് പറഞ്ഞാൽ? synchronous phase modifier എന്ന് പറഞ്ഞാൽ it is nothing but എന്തായിരിക്കും? It is nothing but a synchronous motor operating at leading power factor അല്ലെങ്കിൽ synchronous condenser നമുക്ക് പറയാൻ പറ്റും. synchronous phase modifier means it is nothing but synchronous condenser നമുക്ക് പറയാൻ പറ്റും. ഇത് എന്തായിരിക്കും? ഒരു synchronous condenser തന്നെയാണത്, synchronous condenser. അപ്പോൾ എന്തായിരിക്കും synchronous condenser അല്ലെങ്കിൽ phase modifier എന്ന് പറഞ്ഞാൽ? it is a synchronous condenser means എന്തായിരിക്കും? over excited synchronous motor അല്ലെ? over excited synchronous motor operating at no load അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ ഓപ്പറേറ്റിംഗ് ആയിട്ട് നോ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നോ ലോഡാണ്. നോ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ലോഡൊന്നും നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഷാഫ്റ്റ് എന്തായിരിക്കും? വി ക്യാൻ സേ ദാറ്റ് മെക്കാനിക്കലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ഓൺലി സ്മാളർ ഷാഫ്റ്റ് അല്ലെ? സ്മാളർ ഷാഫ്റ്റ്. പിന്നെന്തായിരിക്കും വരിക? അതേ കണക്ക് തന്നെ അത് നമ്മളെ സാധാ മോട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് നോ ലോഡിലായിരിക്കും നമ്മൾ പവർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നത്. therefore നമുക്ക് എന്തായിരിക്കും? അതിനകത്ത് ലോഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഷാഫ്റ്റിന്റെ ലെങ്ത് വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ സ്മാളർ ഷാഫ്റ്റ് മതി. ആൻഡ് ആൾസോ നമുക്ക് പറയാൻ പറ്റും ഇത് നോ ലോഡ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഹൈയസ്റ്റ് പോസിബിൾ സ്പീഡ് അല്ലെ? ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഹൈയസ്റ്റ് സ്പീഡ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? synchronous phase modifier means is nothing but a synchronous condenser ആണ്. synchronous condenser means എന്തായിരിക്കും? ഓവർ എക്സൈറ്റഡ് synchronous motor operating at no load. നോ ലോഡ് ആയതുകൊണ്ട് സ്മാളർ ഷാഫ്റ്റും, പിന്നെ എന്തായിരിക്കും? നോ ലോഡ് ആയതുകൊണ്ട് എന്തായിരിക്കും? ലോഡ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഹൈയസ്റ്റ് പോസിബിൾ സ്പീഡ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സീറോ പവർ ഫാക്ടർ മെത്തേഡ്. അത് ക്വസ്റ്റ്യൻ നോക്കിയാൽ സീറോ പവർ ഫാക്ടർ മെത്തേഡ് ഫോർ ആൾട്ടർനേറ്റീവ്സ് ജനറലി യൂസ്ഡ് ടു ഡിറ്റർമിൻ. എന്തായിരിക്കും വരിക? എഫിഷ്യൻസി, സിങ്ക്രണസ് ഇംപെഡൻസ്, വോൾട്ടേജ് റെഗുലേഷൻ ആണ് ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? വോൾട്ടേജ് റെഗുലേഷൻ ആണ്. വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതൊക്കെയായിരിക്കും വരിക? സോ മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് റെഗുലേഷൻ ഏതൊക്കെയാണ്? ഒന്നാമത്തത് EMF മെത്തേഡ് ആണ്. ഓക്കെ, EMF മെത്തേഡ് ആണ്. രണ്ടാമത്തെ എന്തായിരിക്കും വരിക? MMF മെത്തേഡ്. മൂന്നാമത്തെ എന്തായിരിക്കും വരിക?
Portier triangle method അല്ലേ, അല്ലെങ്കിൽ ZPF or Portier triangle method. Portier triangle method, and last one is American standard ASA method. ASA method. അപ്പം ഇതാണ് 4 മെത്തേഡ് എന്ന് പറയുന്നത്. EMF മെത്തേഡിനെ നമ്മൾ EMF method is also called the regulation obtained by this value. പറഞ്ഞു കഴിഞ്ഞാൽ the regulation obtained by this value എന്തായിരിക്കും? Regulation is more than the actual value. The regulation obtained by this method, EMF method which കിട്ടുന്ന regulation means is greater than the actual value. Second one, അതുകൊണ്ട് നമ്മൾ എന്ത് പറയാൻ പറ്റും? ഇതിനെ നമ്മൾ EMF method എന്ന് പറയുന്നത്. Therefore this method is called pessimistic method എന്ന് പറയാറുണ്ട്. Pessimistic method. ഓർത്ത് വയ്ക്കുക. അടുത്തത് MMF method പറയുമ്പോഴത്തേക്ക് എന്താ? In MMF method, the regulation obtained by this method എന്തായിരിക്കും വരിക? Is less than actual value. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? It is called optimistic method എന്ന് പറയുന്നുണ്ട്. Optimistic method. Optimistic method of regulation. ZPF method എന്തായിരിക്കും വരിക? It is the most accurate method എന്ന് പറയുന്നുണ്ട്. Because it is the most accurate method because armature reactions XA and XL are treated differently. ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. Are treated differently. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ZPF സീറോ പവർ ഫാക്ടർ മെത്തേഡ് എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇസ് യൂസ്ഡ് ഫോർ ഫൈൻഡ് ദ റെഗുലേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3, two alternators A and B are sharing the inductive loads equally. അല്ലെ, what will happen when the excitation of A is increased? നമ്മൾ പഠിച്ചു, കുറച്ച് മുന്നേ പഠിച്ച ടേംസ് ആണ്. എന്തായിരിക്കും വരിക? പാരലൽ ഓപ്പറേഷൻ ഓൺ ലോഡ് കണ്ടീഷൻ. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഈ വീഡിയോയിൽ തന്നെ ഉള്ളതാണ്. എന്തായിരിക്കും? ദ കറന്റ് ഡെലിവേർഡ് ബൈ ആൾട്ടർനേറ്റർ A increases and the B will decrease. നോക്കിയാൽ മതി. പാരലൽ ഓപ്പറേഷൻ ഓഫ് ആൾട്ടർനേറ്റർ ഓൺ ലോഡ് കണ്ടീഷൻ ഞാൻ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. ഓക്കെ, അടുത്ത് നോക്കിയത് പെർസെന്റേജ് ഓഫ് സ്ലിപ്പ് ഇൻ എ സിങ്ക്രണസ് മോട്ടർ. ഇക്വേഷൻ എന്തായിരിക്കും? സ്ലിപ്പിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ എന്തായിരിക്കും? S is equal to NS minus N divided by NS minus NR divided by NS into 100% ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. എന്തായിരിക്കും വരിക? സിങ്ക്രണസ് മെഷീൻ ആകുമ്പോഴത്തേക്ക് that it is rotating at a speed of synchronous speed. Here synchronous machine NR is equal to NS ആണ്. Therefore എന്തായിരിക്കും? സ്ലിപ്പ് S is equal to 0 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. സോ ഓർത്ത് വയ്ക്കുക, സിങ്ക്രണസ് മോട്ടർ ആണ്. ഓക്കെ, സിങ്ക്രണസ് മോട്ടറിന്റെ സ്ലിപ്പ് S is equal to 0 ആണ്. ടോർക്ക് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ടോർക്ക് ആംഗിൾ ഓഫ് എ synchronous motor is defined as the എന്തായിരിക്കും? Is defined as angle through which the motor lags behind the synchronous speed, angle of lag from no load to full load, angle between the stator flux and the rotor poles അല്ല, angle between the stator flux and rotor axis ആണ്. ഓർത്ത് വയ്ക്കുക. Therefore ഓപ്ഷൻ D ആണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ പറയാൻ പറ്റും? ടോർക്ക് ആംഗിൾ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടോർക്ക് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആംഗിൾ ബിറ്റ്വീൻ സ്റ്റേറ്റർ ഫ്ലക്സ് ആൻഡ് റോട്ടർ ആക്സിസ്. നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് നമ്പർ 4 നോക്കിയാൽ മതി. നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. In a synchronous motor, the minimum armature current occurs at. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരിക്കും വരിക? സിങ്ക്രണസ് മോട്ടർ ആകുമ്പോൾ മിനിമം ആർമേച്ചർ കറണ്ട് ഒക്കേർസ് അറ്റ് ഇൻവേർട്ട് വി കർവ് നോക്ക്. എന്തായിരിക്കും? ആർമേച്ചർ കറണ്ട് ഫീൽഡ് കറണ്ട് ആയിട്ടുള്ള കർവ് എന്തായിരിക്കും? വി കർവ് അല്ലേ? വി കർവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? Therefore ഇത് ആർമേച്ചർ കറണ്ട്, ഫീൽഡ് കറണ്ട്. മിനിമം ആർമേച്ചർ കറണ്ട് ഉണ്ടാകുന്ന എപ്പോഴായിരിക്കും വരിക? ഇത് ലാഗിംഗ് പവർ ഫാക്ടർ ആണ്. എന്തായിരിക്കും? ഇത് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. എന്തായിരിക്കും വരിക? ഇത് ലീഡിംഗ് പവർ ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക? മിനിമം ഇറ്റ് ഈസ് ഒക്കറിംഗ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ അല്ലേ? ഇറ്റ് ഈസ് ഒക്കറിംഗ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. വി കർവ് നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് വി കർവ്, എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഓർത്ത് വയ്ക്കുക. അടുത്ത എന്തായിരിക്കും വരിക? ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സ് യൂഷ്വലി ഹാവ്. ഓർത്ത് വയ്ക്കുക, എന്തായിരിക്കും വരിക? ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സ് യൂഷ്വലി ഹാവ് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ റോട്ടർ ആയിരിക്കും വരിക അല്ലെ? സിലിണ്ടറിക്കൽ റോട്ടർ. കാര്യം എന്തായിരിക്കും വരിക? നമ്മൾ കൺസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കും? സിലിണ്ടറിക്കൽ റോട്ടറിനെ പ്രത്യേകം എന്തായിരിക്കും വരിക? ലാർജർ ലെങ്തും അല്ലെ? ലാർജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലാർജർ ലെങ്ത് ആൻഡ് ഷോർട്ട് ഡയമീറ്റർ.
ഷോർട്ട് ഡയമീറ്റർ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ബിക്കോസ് ഓഫ് ദിസ് ലാർജർ ലെങ്ത് ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്. അപ്പോൾ ഹൈ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ സ്പീഡ് ആൾട്ടർനേറ്റർ പറയുമ്പോഴത്തേക്ക് സിലിണ്ടറിക്കൽ റോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ലാർജർ ലെങ്ത് ആൻഡ് ഷോർട്ട് ഡയമീറ്റർ ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹെവി ഇതായിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്. സോ സിലിണ്ടറിക്കൽ റോട്ടർ ആയിരിക്കും നമ്മളെ കറക്റ്റ് ഓപ്ഷൻ എന്നൊരു കാര്യം ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് പെർമിസിബിൾ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഇൻ എ പവർ സിസ്റ്റം ഈസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ±3%. ഓർത്ത് വയ്ക്കുക, സ്റ്റാൻഡേർഡ് വാല്യൂ ഓർത്ത് വയ്ക്കുക. പെർമിസിബിൾ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഇൻ എ പവർ സിസ്റ്റം ഈസ് ±3% ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The angle between induced EMF and terminal voltage on no load for a single phase alternator is എന്താണ്? The angle between induced EMF and terminal voltage on no load അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റുന്നത് ഒന്ന് നോക്കിയേ. ഇതിന്റെ ഫേസർ ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, സോറി, ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ആൾട്ടർനേറ്റർ, ഈ ആൾട്ടർനേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഈ ആംഗിൾ ഡെൽറ്റ ആണ്, നമുക്കറിയാം. ഇതെന്തായിരിക്കും വരിക? നോ ലോഡ് കണ്ടീഷൻ ആണ്. നോ ലോഡ് കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സിങ്ക്രണസ് റിയാക്ടൻസ് ഞാൻ വരച്ച് കാണിച്ചു, ലോഡ് 0 ആണ്. അപ്പം ഇതെന്തായിരിക്കും? വി ആംഗിൾ 0 ആണ് അല്ലെ. വി ആംഗിൾ 0. അപ്പൊ എന്തായിരിക്കും വരിക? therefore നമുക്ക് പറയാൻ പറ്റും ഈ ആംഗിൾ ഡെൽറ്റ നോ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആംഗിൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു വി ആംഗിൾ 0. therefore ഓപ്ഷൻ എന്തായിരിക്കും വരിക? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലെ. ബിക്കോസ് ഇ ഈസ് ഈക്വൽ ടു വി അല്ലേ. ഇ ഈസ് ഈക്വൽ ടു വി ആണ്. കാര്യം ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് ലോഡ് ഇല്ല. ദാറ്റ് മീൻസ് ഓപ്പൺ സർക്യൂട്ട് ഇ ഈസ് ഈക്വൽ ടു വി ആകുമ്പോഴത്തേക്ക് എന്താ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടും അല്ലെ. therefore ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. The salient pole synchronous generator connected to an infinite bus will deliver the maximum power. Power equation the power is equal to EV by X into sin delta. Deliver the maximum power. Can deliver the maximum power. Synchronous power alla, synchronizing power alla, ഓർത്തിക്കുക maximum power ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക? sin maximum ആകുമ്പോഴത്തേക്ക് എന്താ? P max വരണമെങ്കിൽ when delta is equal to എന്തായിരിക്കണം? EV by X into sin 90 degree അല്ലെ. delta is equal to 90 degree ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടത്തുള്ളൂ, maximum power ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. therefore ഓപ്ഷൻ ഡെൽറ്റ is equal to 90 degree ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ സിങ്ക്രണസ് മോട്ടർ ഈസ് സിങ്ക്രണസ് മോട്ടർ ഈസ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ ആണ് അല്ലെ. സിങ്ക്രണസ് മോട്ടർ ഈസ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ ആണ്, നമ്മൾ പഠിക്കും. സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ ആണ്. therefore നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും? സെൻസ് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ അല്ലാത്തത് കൊണ്ട് എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. therefore the starting torque TST is equal to 0. എപ്പോഴും ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡിവൈഡ് ബൈ ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് 0 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? is equal to 0, റേഷ്യോ 0 ആണ്. എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡിവൈഡ് ഫുൾ ലോഡ് ടോർക്ക് ഡിവൈഡ് ബൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് 0 ആകുമ്പോഴത്തേക്ക് എന്താ? 1/0 ഇൻഫിനിറ്റി ആണ്. 1/0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇൻഫിനിറ്റി വരുന്നത്. ഈ റേഷ്യോ ഓർത്ത് വയ്ക്കുക. ദ റേഷ്യോ ഓഫ് ഫുൾ ലോഡ് ടോർക്ക് സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ സിങ്ക്രണസ് മോട്ടർ ഈസ് ഇൻഫിനിറ്റി ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം സിങ്ക്രണസ് മോട്ടറിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒന്നാമത്തത് എന്തായിരിക്കും? by using a pony motor അല്ലെ. by using a pony motor വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ എന്തായിരിക്കും വരിക? by using auxiliary motor സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മൾ പോണി മോട്ടർ എന്ന് പറയുന്നത്. അടുത്തെന്തായിരിക്കും വരിക? by using damper winding വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 11 കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ സിങ്ക്രണസ് മോട്ടർ ഈസ് 0 ആയിരിക്കും വരിക. The negative phase sequence in the 3-phase synchronous motor exists when it is എപ്പോഴും ഫേസ് സീക്വൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ഫേസ് സീക്വൻസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും വരിക? അല്ലെങ്കിൽ സീക്വൻസ് വോൾട്ടേജസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെ പഠിച്ചു വയ്ക്കാൻ പറ്റും. സീക്വൻസ് വോൾട്ടേജസ് ആർ പ്രൊഡ്യൂസ്ഡ് when the supply is unbalanced. സോ ഓപ്ഷൻ സി ആയിരിക്കും വരിക. ഓർത്ത് വയ്ക്കുക, സീക്വൻസ് വോൾട്ടേജസ് ആർ പ്രൊഡ്യൂസ്ഡ്. സീക്വൻസ് വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് when supply is unbalanced. when supply is unbalanced. Okay. Okay, a 4-pole generator P is equal to the pole എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. Therefore P is equal to 4 എന്ന് തന്നിട്ടുണ്ട്. Generator with 16 coils has a 2-layer lap winding. The pole pitch ന്റെ ഇക്വേഷൻ എന്താ? pole pitch is equal to slots per number of poles അല്ലേ. That is equal to slots divided by number of poles.
number of poles. Slots divided by number of poles. ഓർത്ത് വയ്ക്കുക. അടുത്ത നമ്മൾക്ക് എന്താ തന്നിരിക്കുന്ന വൈൻഡിങ് എന്തായിരിക്കും? 2 ലെയർ അല്ലേ? അപ്പൊ ഡബിൾ ലെയർ വൈൻഡിങ് ആണ് അല്ലേ? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വയ്ക്കുക. 4 ഡബിൾ ലെയർ വൈൻഡിങ്. 4 ഡബിൾ ലെയർ വൈൻഡിങ്. എന്തായിരിക്കും? നമ്പർ ഓഫ് സ്ലോട്ട്സ് ഈസ് ഈക്വൽ ടു number of slots is equal to number of total coils. Number of total നമ്മൾ കൺസ്ട്രക്ഷൻ പാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. number of total coils. അപ്പം എന്തായിരിക്കും വരിക? that is equal to number of slots എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരിക? തന്നിരിക്കുന്നത് സോറി നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇല്ല, പകരം കോയിൽസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 16 വരുന്നുണ്ട് അല്ലേ? number of 16 divided by number of poles 4, that is equal to 4. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വയ്ക്കുക. ഡബിൾ ലെയർ വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോയിൽസ് ആണ്. പോൾ പിച്ചിന്റെ ഇക്വേഷൻ എന്താ? പോൾ പിച്ച് ഈസ് ഈക്വൽ ടു സ്ലോട്ട്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ്. സ്ലോട്ട്സ് പെർ പോളിനാണ് നമ്മൾ പോൾ പിച്ച് എന്ന് പറയുന്നത്. സ്ലോട്ട്സ് പെർ പോൾ ഈസ് ഈക്വൽ ടു പോൾ പിച്ച് എന്നാണ് ഓർത്ത് വയ്ക്കുക. സ്ലോട്ട്സ് പെർ പോൾ ഈസ് നത്തിങ് ബട്ട് പോൾ പിച്ച്. ഓക്കെ. For a 3-phase 4-pole 50 Hz synchronous motor, the frequency number of poles and the load torque are halved. The speed will be. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതായിരിക്കും സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? NS is equal to 120 f/p ആണല്ലേ? NS is equal to 120 f/p ആണ്. For a 4-pole 50 Hz synchronous motor, the number of the frequency number of poles and the load torque are halved. Therefore, that is equal to 120 into F ഉം P യും ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരാൻ? 120 into f/2 divided by p/2. ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? therefore എന്തായിരിക്കും വരിക? 120 f/p എന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ? 120 f/p that is equal to എന്തായിരിക്കും വരിക? that is 120 into f എത്ര വന്നിരിക്കുന്നത്? 50 divided by 4, that is equal to 1500 rpm. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 1500 rpm. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. when starting the synchronous motor, its field winding should be. നമുക്കറിയാം സിംഗ്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സമയത്ത് നമുക്കൊരു ഓക്സിലറി മോട്ടർ അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഡാമ്പർ വൈൻഡിങ്സ് അല്ലെങ്കിൽ പോണി മോട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ സിംഗ്രണസ് മോട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പ്രൈം മൂവർ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ റോട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്ററിൽ ആൾറെഡി 3-phase സപ്ലൈ വന്ന് കിടപ്പുണ്ട്. ഈ റോട്ടറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഇത് റോട്ടർ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനകത്ത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലല്ലേ, സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിലല്ലേ നമ്മുടെ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. therefore an EMF is induced whenever there is a change in magnetic flux and EMF is induced. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഹൈ വാല്യൂസ് ഓഫ് വോൾട്ടേജ് മേ ബി ഇൻഡ്യൂസ്ഡ് അല്ലെ? അതിന് ഫലമായിട്ട് എന്ത് ചെയ്യും? ദിസ് റോട്ടർ വിൽ ഗെറ്റ് ഡാമേജ്. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? we should keep the rotor എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ടഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓർത്ത് വയ്ക്കുക. because it is when it is left to open circuited അല്ലെ, high voltage may be induced. because when it is left to open circuited അല്ലെ, when it is left to open circuited എന്തായിരിക്കും? high voltage may be induced during the starting time. voltage may be induced during the starting time അല്ലെ? during starting time അല്ലെ? during the starting time. കാര്യം എന്തായിരിക്കും? because as the rotor is rotated, with prime mover അല്ലെങ്കിൽ auxiliary motor അല്ലെ, in the vicinity of stator magnetic field അല്ലെ? മോട്ടോർ അല്ലേ? സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അടുത്ത വെച്ച് നോക്കിയേ. when variation of DC excitation of a synchronous motor causes variation in എന്തായിരിക്കും വരിക?
നമുക്കറിയാം വേരിയേഷൻ ഓഫ് DC excitation in a synchronous motor varies. എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. So variation of DC excitation of a of a synchronous motor causes variation. അപ്പം DC excitation മാറുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമുക്കറിയാം നമ്മുടെ of vacuum അല്ലേ, synchronous motor അല്ലേ, therefore E is proportional to phi ആണ്, that is proportional to the field current. E is proportional to phi, that is proportional to the field current നമുക്ക് പറയാൻ പറ്റും. Therefore so the excitation change സംഭവിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? റിയാക്റ്റീവ് പവർ ആൾസോ ചേഞ്ചസ്. നമ്മൾ മുന്നേ പഠിച്ചായിരുന്നു അല്ലേ? റിയാക്റ്റീവ് ജനറേറ്റഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF ആണ്. therefore റിയാക്റ്റീവ് പവർ ആൾസോ ചേഞ്ചസ്, therefore പവർ ഫാക്ടർ ചേഞ്ചസ്, എന്തായിരിക്കും? ആർമേച്ചർ കറണ്ടും ചേഞ്ച് ചെയ്യും. therefore ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ബിക്കോസ് ചേഞ്ചസ് ഇൻ ആർമേച്ചർ കറണ്ട് ആൻഡ് എന്തായിരിക്കും വരിക? ആർമേച്ചർ കറണ്ട് ആൻഡ് പവർ ഫാക്ടർ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ആൻ ആൾട്ടർനേറ്റർ മേ ബി എന്തായിരിക്കും വരിക? വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ആൻ ആൾട്ടർനേറ്റർ മേ ബി നെഗറ്റീവ് വെൻ ഇറ്റ് ഈസ് ലീഡിംഗ് പവർ ഫാക്ടർ അല്ലേ? നമ്മളത് പറഞ്ഞായിരുന്നല്ലോ. ഇതായിരിക്കും വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റെഗുലേഷന്റെ ഗ്രാഫ് ഇങ്ങനെ നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന കണക്ക് തന്നെയാണ് റെഗുലേഷന്റെ ഗ്രാഫ് പറയുന്നത്. ഇതായിരിക്കും റെഗുലേഷൻ. ഇറ്റ് ഈസ് പെർസെന്റേജ് റെഗുലേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ലാഗിങ് ആണ്, പിന്നെ എന്തായിരിക്കും? ഇറ്റ് ഈസ് ലീഡിങ് ആണ് അല്ലെ? അപ്പൊ റെഗുലേഷൻ നെഗറ്റീവ് ആവുന്നത് എപ്പോഴായിരിക്കും വരിക? നെഗറ്റീവ് ആവുന്നത് ലീഡിങ്ങിലായിരിക്കും, ലീഡിങ് പവർ ഫാക്ടറിലായിരിക്കും റെഗുലേഷൻ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. പെർസെന്റേജ് റെഗുലേഷൻ. സോ റെഗുലേഷൻ വിൽ ബി നെഗറ്റീവ് വെൻ ദ പവർ ഫാക്ടർ ഈസ് ലീഡിങ്. ഇത് ലാഗിങ് ആണ്, ലാഗിങ് പവർ ഫാക്ടർ ആണ്, ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് EMF induced per phase in a 3-phase star connected synchronous generator having the following data. EMF indication the E is equal to 4.44 F into 5 into അല്ലെ, F into 5M into N into Kp into Kd അല്ലെ, pitch factor into distribution factor അല്ലെങ്കിൽ Kp into Kd, coil span factor Kc എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് that is equal to 4.44 into F എത്ര 50 Hz അല്ലെ, into 5 എത്ര തന്നിട്ടുണ്ട്? ഫ്ലക്സ് പെർ പോൾ 25 മില്ലി വെബർ, 25 into 10⁻³ അല്ലെ, 25 into 10⁻³ നമ്പർ ഓഫ് ടേൺസ് 240 തന്നിട്ടുണ്ട്, 0.995 കോയിൽ സ്പാൻ ഫാക്ടർ 0.966 ചെയ്ത് വരുമ്പോഴത്തേക്ക് 1280.2 വോൾട്ട് എന്ന് കിട്ടും. therefore ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ഓക്കെ വാ. അടുത്ത് നോക്കിയേ. alternators used in hydel power station having has more number of poles than used in thermal power station. എന്തുകൊണ്ടായിരിക്കാം? Speed of its prime mover is less. ആണ് ആൻസർ വരുന്നത്. because alternator used in hydel power station has more number of poles than used in thermal power station because speed of the prime mover is less. നമ്മൾ കൺസ്ട്രക്ഷൻ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. ഹൈഡൽ കാര്യത്തായിരിക്കും ലോ സ്പീഡ് ടർബൈൻസ് ആയിരിക്കും, നമ്മൾ സൈലന്റ് പോൾ മെഷീൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ സ്പീഡ് മെഷീൻസ് ആയിരിക്കും നമ്മൾ ഹൈഡൽ പവർ സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നോക്കിയേ. ദ പിച്ച് ഫാക്ടർ ഓഫ് എ full pitched winding of a synchronous machine is എന്തായിരിക്കും വരിക? The pitch factor of a full pitched winding of a synchronous machine is 1 ആയിരിക്കും വരിക അല്ലേ? Pitch factor of a full pitched winding of a synchronous machine is 1. So അല്ലെ, the pitch factor for a full pitched winding 1 ആണ്. pitch factor equation എന്താ? Kp is equal to cos alpha by 2 അല്ലെ, cos alpha by 2 എന്തായിരിക്കും വരിക? ആൽഫ is equal to 0 ആണ് full pitch winding ആവുന്നത്. അപ്പൊ എന്തായിരിക്കും? Kp is equal to cos 0, that is equal to 1 വരും. ഓർത്ത് വയ്ക്കാം. ഓക്കെ വാ.
two alternators rated 40 MVA and 60 MVA respectively are working in parallel and supplying a load of 80 megawatt. അല്ലെ, നമുക്ക് x plus y is equal to 80 megawatt. Speed regulation of the both the alternate is 5%. പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും വരിക ആണെങ്കിൽ സ്പീഡ് റെഗുലേഷൻ ഈസ് 5%. ഇതാണ് 5% സ്പീഡ് റെഗുലേഷൻ ആണ്, 5%. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 40 MVA ആണ് അല്ലെ, ഇത് 40 MVA ആണ്. എന്തായിരിക്കും വരിക 60 MVA ആണ് അല്ലെ, 60 MVA. ഇത് എക്സ്, ഇത് വൈ. രണ്ട് സ്പീഡ് റെഗുലേഷൻ സെയിം ആവുന്ന ഈ സമയത്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore x by y is equal to 4/6 ആയിരിക്കും. ഇത് x y is equal to 40/60, then 4/6 that is equal to 2/3 എഴുതാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. therefore ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ y is equal to 48 megawatt എന്ന് കിട്ടും and x is equal to 32 megawatt എന്ന് കിട്ടും. ഇത് എങ്ങനെ എടുത്തേക്കുന്നത്? ബിക്കോസ് സ്പീഡ് റെഗുലേഷൻ ഫോർ ബോത്ത് alternatives 5% ആണ്. therefore ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എന്തായിരിക്കും? രണ്ടിന്റെ സ്പീഡ് റെഗുലേഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x by 40 is equal to y by x is equal to x by y, അല്ലെങ്കിൽ റേഷ്യോ നോക്കുമ്പോൾ x by y is equal to 40/60 നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻസ് കിട്ടും. അതിനകത്ത് നമുക്ക് ആൻസർ എടുക്കാം. ഓക്കെ, ആ ഒരു മെത്തേഡ് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Two single phase AC motors can be opened from a 1000 volt supply. 100 അല്ല, 1000 volt കേട്ടോ, 1000 volt supply. A consumes 2 kilowatt at a power factor of 0.8 lag and B consumes 1 kilowatt at a power factor of 0.5 lag. Total current from the supply is എങ്ങനെയാണ് പിടിക്കുന്നത്? നമുക്ക് എന്താ കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ? കറണ്ട് ഈസ് ഈക്വൽ ടു നമുക്ക് പവർ ഈസ് ഈക്വൽ ടു V into I എന്നാണ് നമുക്ക് ഇക്വേഷൻ അല്ലേ. നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് 1000 ഉണ്ട്. 1000 into കറണ്ട് ഡിവൈഡ്സ് ഈക്വൽ ടു P എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മളുടെ അപ്പാരന്റ് പവർ ഉണ്ട് വേണം അല്ലെ. P എന്ന് പറയുന്നത് കാര്യം അപ്പാരന്റ് പവർ എങ്ങനെയാണ് പിടിക്കുന്നത്? നമുക്ക് കിലോ വാട്ട് ഉണ്ട്, നമുക്ക് കിലോ വാട്ട് തന്നിട്ടുണ്ട്, പിന്നെ എന്താ KW ഉണ്ട്, പവർ ഫാക്ടർ ഉണ്ട് അല്ലെ. നമുക്കറിയാം KVA is equal to ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. KW divided by cos 5 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു KVA ഓഫ് A1 അല്ലെ. ആൾട്ടർനേറ്റർ A1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? A1 is equal to A1 കിലോ വാട്ട് എത്ര വന്നിരിക്കുന്നത്? A consume 2 kilowatt at a power factor of 0.8. That is equal to 2/0.8 എന്ന് കിട്ടും. അടുത്തതായിരിക്കും KVA ഓഫ് ആൾട്ടർനേറ്റർ 2 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ B എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും? 1 kilowatt അല്ലേ. 1 kilowatt divided at a power factor of 0.5. That is equal to 1 divided by 0.5. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore എന്തായിരിക്കും? apparent power SC is equal to total KVA അല്ലെ. total KVA is equal to total KVA consume is equal to 2/0.8 plus 1 divided by 0.5. That is equal to 4.5 kVA എന്ന് കിട്ടും. 4.5 kVA. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 അല്ലേ, അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്? ഇക്വേഷൻ നമ്പർ 1 or is equal V into I. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര? that is therefore 4.5 k, that is 4500 അല്ലേ. 4500 is equal to എത്ര? വോൾട്ടേജ് ഇൻറ്റു I. therefore I is equal to 4500 divided by 1000, that is equal to 4.5 amps എന്ന് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കണം. കാര്യം ആ സമയത്ത് നമ്മൾ വേറൊരു മെത്തേഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഈ ഒരു രൂപത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് സിങ്ക്രണസ് മോട്ടോഴ്സും മെത്തേഡ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് സിങ്ക്രണസ് മോട്ടോഴ്സും അത് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സിങ്ക്രണസ് മെഷീൻസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.